ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇംഗ്ലീഷിലെ ടോപ്പിക്കാണ്. കോൺകോഡ് എന്ന ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ക്ലാസ്സുകളിലേക്ക് നമുക്ക് കിടക്കാം. ഇനി ജോയിൻ ചെയ്യാനുള്ളവർ പതിയെ ജോയിൻ ചെയ്യട്ടെ കേട്ടോ. ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് കോൺകോഡ് ആണെന്ന് പറഞ്ഞു. ഇംഗ്ലീഷിൽ നമ്മൾ കുറച്ച് പോർഷൻസ് മുമ്പത്തെ ക്ലാസ്സിലുള്ളവർക്ക് നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് 11 പേരോളം പുതിയതായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവർക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അവര് കേട്ടിട്ടുള്ളവരാണ്, അറിയാം. അപ്പൊ രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് ഇപ്പൊ നമ്മൾ കുറച്ച് നാളത്തേക്ക് എന്തായാലും കൊണ്ടുപോകണം കേട്ടോ. അപ്പൊ കോൺകോഡ് നമ്മള് സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് ഉണ്ടാകുന്നതിനെയാണ്, അല്ലെങ്കിൽ അങ്ങനെ കൊണ്ടുവരുന്നതിനെയാണ് കോൺകോഡ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജിലാണെങ്കിൽ പ്രത്യേകിച്ച് സബ്ജക്റ്റിനനുസരിച്ച് വേണം വെർബ് ഉപയോഗിക്കാൻ, അല്ലെ? ആ ഒരു എഗ്രിമെന്റിനെയാണ് കോൺകോഡ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ കോൺകോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റിനെയാണ് നമ്മൾ എന്തായിട്ട് ഉദ്ദേശിക്കുന്നത്? കോൺകോഡ് ആയിട്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അത് ഓരോ സബ്ജക്റ്റ് അനുസരിച്ച് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ആദ്യം നമുക്ക് പേഴ്സണൽ പ്രൊനൗൺസ് ആയിട്ടുള്ള 3 ടൈപ്സ് ഓഫ് പേഴ്സണൽ പ്രൊനൗൺസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത്. ഏതൊക്കെയാണ്? ഫസ്റ്റ് പേഴ്സൺ പ്രൊനൗൺസ് ഉണ്ട്, സെക്കൻഡ് പേഴ്സൺ പ്രൊനൗൺസ് ഉണ്ട്, തേർഡ് പേഴ്സൺ ഉണ്ട്. ഫസ്റ്റ് പേഴ്സൺ പ്രൊനൗൺസ് കൂടെ തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഐയും വിയുമാണ്. സെക്കൻഡ് പേഴ്സൺ നമ്മൾ പോയിന്റ് ചെയ്ത് പറയാണ്, യു. തേർഡ് പേഴ്സൺ ഹി, ഷീ, ഇറ്റ്, ദേ. ഇങ്ങനെ 4 എണ്ണാണ് തേർഡ് പേഴ്സൺ പ്രൊനൗൺസ് ആയിട്ട് വരുന്നത്. ഇതില് തേർഡ് പേഴ്സൺ സിംഗുലർ ആയിട്ടുള്ള, ഇതിൽ ഏതൊക്കെ സിംഗുലർ? ഹിയും ഷീയും ഇറ്റും 3 എണ്ണാണ് സിംഗുലർ. ഈ 3 എണ്ണമാണ് നമ്മുടെ വെർബ്, നമ്മുടെ സബ്ജക്റ്റ് എന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനത്തെ വെർബ് ഉപയോഗിക്കുന്നത്? സിംഗുലർ വെർബ് വേണം ഉപയോഗിക്കാൻ. അപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി മുമ്പത്തെ ക്ലാസ്സുകളിൽ സിംഗുലർ വെർബ് എന്താണെന്ന് അറിയാം. സിംഗുലർ എന്നത് എന്താണെന്ന് അറിയാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. സിംഗുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു സിംഗിൾ ഒബ്ജക്റ്റിനെ പോയിന്റ് ചെയ്യുന്നതാണ്. പ്ലൂറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ. അപ്പൊ വെർബിന്റെയും സിംഗുലർ ഫോം വേണം എവിടെ ഉപയോഗിക്കാൻ? തേർഡ് പേഴ്സൺ സിംഗുലർ ആയിട്ടുള്ള ഹി, ഷീ, ഇറ്റ് ഇവ വരുമ്പോൾ ഉപയോഗിക്കാൻ. ഓക്കെ, അപ്പൊ ഇത് പറഞ്ഞു തരുമ്പോൾ അതിന്റെ കൂടെയുള്ള എക്സാമ്പിൾസ് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കോളൂ കേട്ടോ. ഓക്കെ, നമുക്ക് ഇവിടെ 1-2 എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. ഹി റീഡ്സ് ന്യൂസ് പേപ്പർ. ഹി റീഡ്സ്. ഹി റീഡ് ന്യൂസ് പേപ്പർ എന്നല്ല, ഇവിടെ റീഡ് എന്നുള്ള വെർബിന്റെ സിംഗുലർ ഫോം റീഡ്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. നോക്കി അടുത്തത്, ഷീ സിങ്സ് സോങ്. ഷീ സിങ്സ് സോങ്സ് എന്നല്ല പറഞ്ഞത്, ഷീ സിങ്സ് സോങ്. ഈ എസ് ചേർത്ത് എന്തുകൊണ്ടാണ്? സിംഗുലർ വെർബായത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ നോക്കി, ഇറ്റ് വർക്ക്സ് വെൽ. ഇറ്റ് വർക്ക്സ്, അതിലൂടെ എസ് നമ്മൾ ചേർത്തത് എന്തുകൊണ്ടാണ്? സിംഗുലർ വെർബായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ ഫസ്റ്റ് പേഴ്സൺ പ്രൊനൗൺസ് ആയിട്ടുള്ള ഐ, വി, അതുപോലെ തന്നെ സെക്കൻഡ് പേഴ്സൺ പ്രൊനൗൺ ആയിട്ടുള്ള യു, അതുപോലെ തേർഡ് പേഴ്സൺ പ്രൊനൗൺ ആയിട്ടുള്ള ദേ. തേർഡ് പേഴ്സൺ പ്ലൂറൽ നമ്മൾ ആകെ ഒരെണ്ണേ കണ്ടുള്ളൂ, അല്ലെ? ദേ. ഇത്രയുമാണ് നമ്മുടെ സബ്ജക്റ്റ് ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനത്തെ വെർബ് ഉപയോഗിക്കേണ്ടത്? പ്ലൂറൽ വെർബാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, പ്ലൂറൽ വെർബിനൂടെ എക്സാമ്പിൾ നോക്കി, ഐ റെഡ് അല്ലെങ്കിൽ ഐ റീഡ് ന്യൂസ് പേപ്പർ, ദേ റീഡ് ന്യൂസ് പേപ്പർ, വി പ്ലേ ഫുട്ബോൾ, യു വർക്ക് ഹാർഡ്. ഇവിടെ ഒക്കെ നമ്മൾ യു വർക്ക്സ് ഹാർഡ് എന്ന് പറഞ്ഞിട്ടില്ല, വി പ്ലേസ് ഫുട്ബോൾ എന്ന് പറഞ്ഞിട്ടില്ല, ദേ റീഡ്സ് ന്യൂസ് പേപ്പർ എന്ന് പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ് അവിടെ എസ് ചേർക്കുന്നത്? സിംഗുലർ അല്ല നമുക്ക് അവിടെ ഉപയോഗിക്കേണ്ടത്, പകരം പ്ലൂറൽ വെർബാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ സിംഗുലർ എന്നതിന് പകരം പ്ലൂറൽ വെർബ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ സിംഗിൾ ഒരു ഇതിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. പേഴ്സണൽ പ്രൊനൗൺസ്, തേർഡ് പേഴ്സൺ പ്രൊനൗൺസ് ആയിട്ടുള്ള സിംഗുലർ ടേംസ് ഹി, ഷീ, ഇറ്റ്, ഇതാണ് നമ്മുടെ സബ്ജക്റ്റ് ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കണം? സിംഗുലർ വെർബ് ഉപയോഗിക്കണം. അതേസമയം ഫസ്റ്റ് പേഴ്സൺ ഐ, വി, സെക്കൻഡ് പേഴ്സൺ യു, തേർഡ് പേഴ്സണിൽ പ്ലൂറൽ ആയിട്ടുള്ള ദേ, ഇവയാണ് നമ്മുടെ സബ്ജക്റ്റ് ആയിട്ട് വരണമെങ്കിൽ നമ്മൾ എങ്ങനത്തെ വെർബ് ഉപയോഗിക്കേണ്ടത്? പ്ലൂറൽ വെർബ് ഉപയോഗിക്കണം. ഓക്കെ, ഈ സിംഗുലർ പ്ലൂറൽ വ്യത്യാസം എവിടെ മാത്രമേ വരുള്ളൂ? പ്രസന്റ് ടെൻസി മാത്രമേ വരുള്ളൂ കേട്ടോ.
ബാക്കി പാസ്റ്റ് ഫ്യൂച്ചർ ഇതിലൊന്നും ഇങ്ങനത്തെ ഒരു സെപ്പറേഷൻ വരണില്ല. അതൊന്ന് ശ്രദ്ധിച്ചു വെച്ചോളൂ. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്ത് പറഞ്ഞു, ഒന്ന് കൺസിഡർ ചെയ്ത് വെച്ചോളൂ. കാരണം എക്സാമിന് നമ്മുടെ അടുത്ത് ചോദിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ തിരിച്ചേക്കും. അതുകൊണ്ടാണ് അത് പ്രത്യേകം പറയുന്നത് കേട്ടോ. ഇനി രണ്ട് സിംഗുലർ സബ്ജക്ട്സിനെ നമ്മൾ ആൻഡ് ഉപയോഗിച്ച് കൂട്ടിച്ചേർക്കാന്ന് വിചാരിക്കാം. അങ്ങനെ വരുന്ന ഒരു സിറ്റുവേഷനിൽ അവരുടെ ഒപ്പം ഉപയോഗിക്കുന്ന വെർബ് എന്തായിരിക്കണം? പ്ലൂറൽ വെർബ് ആയിരിക്കണം. നോക്കി, ഇവിടെ എക്സാമ്പിൾ തന്നേക്കണം. നോക്കി, രാജൻ റീഡ്സ് ന്യൂസ് പേപ്പർ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതെന്ന് ഞാൻ വിചാരിക്കുകയാണ്. രാജൻ ആൻഡ് ജീവൻ ആർ ടീച്ചേഴ്സ്. സോറി, ഞാൻ വായിച്ചു തെറ്റിയിട്ടാ. രാജൻ ആൻഡ് ജീവൻ ആർ ടീച്ചേഴ്സ്. ഇവിടെ നോക്കി, രാജൻ ഒരു സിംഗുലർ വ്യക്തിയാണ്, ജീവൻ ഒരു വേറൊരു ഇൻഡിവിജ്വൽ ആണ്. അവർ രണ്ടുപേരെയും നമ്മൾ ചേർത്താണ് പറയുന്നത്. അപ്പൊ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന വെർബ് എന്താണ്? പ്ലൂറൽ വെർബാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പ്ലൂറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ വ്യക്തികളെ ഡിനോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് പ്ലൂറൽ, അറിയാലോ. അപ്പോ രണ്ട് സിംഗുലർ ഒബ്ജക്ട്സിനെ എന്തുപയോഗിച്ച് കണക്ട് ചെയ്യുമ്പോൾ? ആൻഡ് ഉപയോഗിച്ച് കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ഉപയോഗിക്കേണ്ടത്? ആർ അല്ലെങ്കിൽ വേർ, അങ്ങനെയുള്ള പ്ലൂറൽ ആയിട്ടുള്ള വെർബ്സ് വേണം ഉപയോഗിക്കാൻ. ഓക്കെ, രണ്ട് സിംഗുലർ ഒബ്ജക്ട്സിനെ കേട്ടാ, ശ്രദ്ധിച്ചോളൂ. ബിജു ആൻഡ് സുമൻ രണ്ട് ഇൻഡിവിജ്വൽസ് ആണ്. അവർ രണ്ടുപേരും ഡോക്ടേഴ്സ് ആണ്. ബിജു ആൻഡ് സുമൻ ആർ ഡോക്ടേഴ്സ്. ഇനി നോക്കിയേ, ആൻഡ് ഉപയോഗിച്ച് കൂട്ടിച്ചേർക്കുന്ന രണ്ട് സിംഗുലർ സബ്ജക്ട്സ് ഒരേ വ്യക്തിനെയാണ് സൂചിപ്പിക്കുന്നത് വിചാരിക്കുക. ആൻഡ് ഉപയോഗിച്ച് യോജിപ്പിക്കുന്ന സിംഗുലർ സബ്ജക്ട്സ് രണ്ടെണ്ണം ഒരേ വ്യക്തിനെയാണ് സൂചിപ്പിക്കുന്നുണ്ടെങ്കിൽ വെർബ് എന്ത് തന്നെ ഉപയോഗിക്കണം? സിംഗുലർ വെർബ് തന്നെ നമ്മൾ ഉപയോഗിക്കണം. ഓക്കെ, അതിന് എക്സാമ്പിൾ നോക്കാം നമുക്ക്. മൈ ഗ്രാൻഡ് ഫാദർ ആൻഡ് ഗാർഡിയൻ ഹാസ് കം. ഇവിടെ നോക്കിയേ, ഗ്രാൻഡ് ഫാദർ ആൻഡ് ഗാർഡിയൻ ഹാസ് കം. ഈ ഗ്രാൻഡ് ഫാദർ തന്നെയാണ് ഇവിടെ ഗാർഡിയൻ. അതുകൊണ്ടാണ് ഇവിടെ ഹാസ് എന്നുള്ള ടേം ഉപയോഗിച്ചത്. അല്ലെങ്കിൽ ഇപ്പോ നമ്മളത് രണ്ട് വ്യക്തികളെ ഡിനോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ എന്ത് തന്നെ ഉപയോഗിക്കണം? പ്ലൂറൽ ടേം തന്നെ ഉപയോഗിക്കണം. ഹാസിന് പകരം ഹാവ് കം എന്നാക്കേണ്ടി വരും അല്ലെ. ഇനി അടുത്ത് നോക്കി, ദ ഓണർ ആൻഡ് ചെയർമാൻ ഓഫ് ദി കമ്പനി ഈസ് ആൻ അഡ്വക്കേറ്റ്. ഇവിടെ ഈസ് വന്നത് എന്തുകൊണ്ടാണ്? ഓണറും ചെയർമാനും ഒരേ വ്യക്തി ആയതുകൊണ്ടാണ്. ഓക്കെ, ഇനി ഇവിടെ മറ്റൊരു എക്സാമ്പിൾ എന്താണ് നോക്കി. ആൻഡ് ഉപയോഗിച്ച് കൂട്ടിച്ചേർക്കുന്ന രണ്ട് നൗൺസിന് മുൻപിൽ ഏതെങ്കിലും പൊസസീവ് അഡ്ജക്റ്റീവോ ആർട്ടിക്കിളോ ആവർത്തിച്ചു വരികയാണെങ്കിൽ വെർബ് എന്ത് ഉപയോഗിക്കണം? പ്ലൂറൽ ഉപയോഗിക്കണം. രണ്ട് കണ്ടീഷനാണ് പറഞ്ഞത്. നോക്കി, പൊസസീവ് ഒബ്ജക്റ്റീവ്, അതിന് എക്സാമ്പിൾ താഴെ പറഞ്ഞിട്ട്, മൈ, അവർ, യുവേഴ്സ്, ഹിസ്, ഹെർ, ഇറ്റ്സ്. ഇതൊക്കെ പൊസസീവ് അഡ്ജക്റ്റീവ്സ് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടേതാണെന്ന് നമ്മൾ ക്ലെയിം ചെയ്യാണ്. അങ്ങനെയുള്ള കേസിൽ, അല്ലെങ്കിൽ ഇപ്പൊ ആർട്ടിക്കിൾസ് ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചേക്കുന്ന ആർട്ടിക്കിൾസ്? എ ആൻഡ് ദ അല്ലെ, ആർട്ടിക്കിൾസ് പഠിച്ചേക്കണം. ഈ ആർട്ടിക്കിൾസ് വരുമ്പോഴും റിപ്പീറ്റ് ചെയ്ത് വരുമ്പോഴും നമ്മൾ എന്ത് വെർബ് ഉപയോഗിക്കേണ്ടത്? പ്ലൂറൽ വെർബാണ് ഉപയോഗിക്കേണ്ടത്. ഇവിടെ എക്സാമ്പിൾസ് നോക്കണം. നമുക്ക് എക്സാമ്പിൾ പറയുമ്പോഴാണ് കുറച്ചുകൂടി ക്ലിയർ ആവാം. മൈ ഗ്രാൻഡ് ഫാദർ ആൻഡ് മൈ ഗാർഡിയൻ ഹാവ് കം. ഇവിടെ നോക്കി, മൈ ഗ്രാൻഡ് ഫാദർ, എന്റെ ഗ്രാൻഡ് ഫാദറും മൈ ഗാർഡിയൻ രണ്ടും രണ്ടാണ്. കണ്ട, മൈ രണ്ടും റിപ്പീറ്റ് ചെയ്ത് വന്നേക്കണം. അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് ഉപയോഗിക്കണം? പ്ലൂറൽ ഉപയോഗിക്കണം. ഹാവ് കം എന്നാക്കി. കേട്ടാ, ദ സെക്രട്ടറി ആൻഡ് ട്രഷറർ ഈസ് ആബ്സെന്റ്. ഇവിടെ സെക്രട്ടറിയും ട്രഷററും ഈസ് ആബ്സെന്റ് എന്ന് വന്നത്. എന്തുകൊണ്ട് ഇവിടെ ഈസ് എടുത്തേ? ഇവിടെ ദ എന്നുള്ള ആർട്ടിക്കിൾ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടില്ല, അതൊന്നാമത്തെ കാര്യം. രണ്ട്, ഇത് രണ്ടും ഒരാളാണ്. സെക്രട്ടറി എന്ന് പറയുന്നു, ട്രഷറർ എന്ന് പറയുന്നു ഒരാളാണ്. അതുകൊണ്ടാണ് സിംഗുലർ വെർബ് ഉപയോഗിച്ചത്. ഇനി അതേസമയം ദ സെക്രട്ടറി ആൻഡ് ദ ട്രഷറർ ആർ ആബ്സെന്റ്. അവിടെ എന്താ ആർ ഉപയോഗിക്കാൻ കാരണം? ദ സെക്രട്ടറി ഒരാളാണ്, ദ ട്രഷറർ അത് വേറൊരാളാണ്. രണ്ട് ഡിഫറെന്റ് വ്യക്തികളാണ്. അതുകൊണ്ടാണ് അവിടെ വെർബ് എന്ത് ഉപയോഗിച്ചത്? പ്ലൂറൽ വെർബ് ഉപയോഗിച്ചത്. ഇനി സപ്പോസ് ആൻഡ് ഉപയോഗിച്ച് കൂട്ടിച്ചേർത്ത രണ്ട് സബ്ജക്ട്സ് ഒരേ ആശയത്തെയാണ് നമ്മളോട് കൺവേ ചെയ്യണമെന്നിരിക്കുക. ഒരേ ആശയം. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയണെന്ന് നോക്കിയേ, ടൈം ആൻഡ് ടൈഡ് വെയിറ്റ്സ് ഫോർ നോ മാൻ. നമ്മൾ പറയാറുണ്ട്, സമയവും അതുപോലെ തന്നെ തീരെയും ആരെയും കാത്തു നിൽക്കില്ല. അത് ഒരേ ആശയത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. ഇപ്പൊ ടൈം ആണെങ്കിലും ടൈഡ് ആണെങ്കിലും ആരെയും നോക്കിയിരിക്കില്ല. അത് വരുമ്പോൾ വരും, പോകും. അങ്ങനെയല്ലേ? ടൈഡ് അങ്ങനെയാണ്. ടൈം പോയിക്കൊണ്ടേയിരിക്കും. ആര് വന്നു, ആര് നിന്നു, ആര് പോയി എന്നൊന്നും കൺസിഡർ ചെയ്യണില്ല. അപ്പോൾ ഒരേ ആശയത്തെയാണ് ടൈം എന്ന് പറയുന്ന സബ്ജക്റ്റും ടൈഡ് എന്ന് പറയുന്ന സബ്ജക്റ്റും ഡിനോട്ട് ചെയ്യുന്നത്.
ആ കേസിൽ വെർബ് എന്തിനു ഉപയോഗിക്കണം? സിംഗുലർ വെർബ് ഉപയോഗിക്കണം. അതുകൊണ്ടാണ് അവിടെ വെയ്റ്റ്സ് എന്നാക്കിയത്. കണ്ടോ? രണ്ട് സബ്ജക്ട്സ് ഒരേ ആശയത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ സിംഗുലർ ആണ് ഉപയോഗിക്കുന്നത്. ഇവിടെ നോക്കിയേ, ബ്രെഡ് ആൻഡ് ബട്ടർ ഈസ് ഗുഡ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. ബ്രെഡും ബട്ടറും ബ്രേക്ക്ഫാസ്റ്റിന് നല്ലതാണ്. ബ്രെഡും ബട്ടറും എന്ന് പറയുന്നത് ഒരു സിംഗിൾ ബ്രേക്ക്ഫാസ്റ്റിനെയാണ് അവിടെ ഡിനോട്ട് ചെയ്തേക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ ഈസ് എന്നുള്ളത് ഉപയോഗിച്ചത്. ഓക്കെ, ഇനി ഇത് തന്നെ പ്ലൂറൽ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇവിടെ ബ്രെഡും ബട്ടറും ഒന്നായിട്ട് കാണുന്നതുകൊണ്ടാണ് ഏകവചനം ഉപയോഗിച്ചത്. അതേസമയം രണ്ടായിട്ട് കാണുകയാണെങ്കിൽ അവിടെ നമ്മൾ ആർ എന്ന് തന്നെ ചേർക്കേണ്ടി വരും. നോക്കിയേ, ദ ബ്രെഡ് ആൻഡ് ബട്ടർ ഐ ബോട്ട് ഫ്രം ദാറ്റ് ഷോപ്പ് ആർ ഇൻ ഗുഡ് ക്വാളിറ്റി. ഞാൻ വാങ്ങിയ ബ്രെഡും ബട്ടറും അതൊരു പർട്ടിക്കുലർ കടയിൽ നിന്ന് ഞാൻ വാങ്ങിയതാണ്. അത് രണ്ടും നല്ല ക്വാളിറ്റിയിലാണ്. നോക്കി, അതുകൊണ്ടാണ് ഇവിടെ 6 വന്നത്. ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പൊ നമ്മൾ 5 എണ്ണമാണ് ടോട്ടൽ പറഞ്ഞത്. ഈ 5 എണ്ണം ഒന്ന് വായിച്ചു നോക്കുക. ഇതിൽ ഏതെങ്കിലും ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ടതുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുതരാം. ഓക്കെ, നമ്മൾ ഏകദേശം ഒരു 20 എണ്ണം അടുത്ത് ഇങ്ങനത്തെ കണ്ടീഷൻസ് പറയുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കുറച്ചുകൂടി എക്സാമ്പിൾസ് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതുവരെ പറഞ്ഞതിൽ ഏതെങ്കിലും പോർഷൻസ് റിപ്പീറ്റ് ചെയ്ത് പറയേണ്ടതുണ്ടെങ്കിൽ ഒന്ന് നോക്കിയിട്ട് പറയണേ. ഒരു 2 മിനിറ്റ് സമയം തരാം. എല്ലാവരും ഒന്ന് വായിച്ചു നോക്കാം. സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്യാം, അല്ലെങ്കിൽ മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത പോർഷനിലേക്ക് കിടക്കാം. നമുക്ക് കുറച്ചധികം പോവാനുണ്ട്. അതിനുശേഷം വേണം നമുക്ക് നമ്മുടെ എക്സാമ്പിൾസിലേക്ക് കിടക്കാൻ. ആറാമത്തെ കേസ് പറയാണ് കേട്ടോ. ആറാമത്തെ, ആൻഡ് ഉപയോഗിച്ച് കൂട്ടിച്ചേർക്കുന്ന നാമങ്ങളുടെ മുൻപിൽ ഇവിടെ നോക്കി ഈച്ച് അല്ലെങ്കിൽ എവരി അല്ലെങ്കിൽ നോ, ഇതിലേതെങ്കിലും ഒരു ടേം വന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഏതൊക്കെ? ഈച്ച്, എവരി, നോ. ഇതിലേതെങ്കിലും വരാണെങ്കിൽ വെർബ് എന്ത് ഉപയോഗിക്കണം? സിംഗുലർ വെർബ് ഉപയോഗിക്കണം. ഓക്കെ, ഇപ്പൊ എക്സാമ്പിൾ നോക്കാം. ഈച്ച് ബോയ് ആൻഡ് ഗേൾ ഹാസ് സബ്മിറ്റഡ് ദി അസൈൻമെന്റ്. വെറുതെ ബോയ് ആൻഡ് ഗേൾ എന്നല്ല പറഞ്ഞിരിക്കുന്നത്, ഈച്ച് ബോയ് ആൻഡ് ഗേൾ. അപ്പൊ ഓരോരുത്തരും, അപ്പൊ അവര് ഇൻഡിവിജ്വൽസ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യണം. സോ വെർബ് എന്തെടുക്കണം? സിംഗുലർ എടുക്കണം. ഇനി ഐദർ, നൈദർ, ഈച്ച്, എവരി വൺ, എവരിഡേ, എവരിബഡി, സംബഡി, സംവൺ, എനിവൺ, എനിബഡി, നോബഡി, നോ വൺ, നൺ. കുറച്ചധികം ടേംസ് വന്നു കേട്ടാ, ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഇത്രയും ടേംസ് ആണ് വരണമെങ്കിലും വെർബ് എന്ത് ഉപയോഗിക്കണം? സിംഗുലർ ഉപയോഗിക്കണം. എക്സാമിന് നമ്മളോട് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതാണ് ഇങ്ങനത്തെ ചോദ്യം കേട്ടോ. അതുകൊണ്ട് ഇത് ശ്രദ്ധിച്ച് തന്നെ പഠിക്കണേ. എക്സാമ്പിൾ നോക്കാം. ഐദർ ഓഫ് ദം ഈസ് ഇൻവൈറ്റഡ് ടു ദ ഷോ. ഐദർ ഓഫ് ദം, അവരിലെ ആരെ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? ഇൻവൈറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ അതിനെ സിംഗുലർ ആയിട്ട് വേണം കൺസിഡർ ചെയ്യാം. എവരിബഡി ഹാസ് കം ടു ദ ക്ലാസ്. അവിടെ ഹാസ് എടുക്കാൻ കാരണം എന്താ? അതിനെ ഈ എവരിബഡി എന്നുള്ള ടേം വരുമ്പോൾ നമ്മൾ എന്ത് ഉപയോഗിക്കണം? സിംഗുലർ വെർബ് ഉപയോഗിക്കണം. ഇവിടെ ഒന്ന് കോമൺ ആയിട്ടൊന്ന് വന്നിട്ടുണ്ട്. നോക്കി, ഐദർ ഓഫ് ദം, നൈദർ ഓഫ് യു, എവരി വൺ ഓഫ് us. ഇത് എന്ത് വന്നു കഴിഞ്ഞാലും സിംഗുലർ വെർബേ നമ്മൾ എടുക്കാൻ പാടുള്ളൂ. ഇനി ഡിസ്റ്റൻസ്, ടൈം, എമൗണ്ട് ഓഫ് മണി, ക്വാണ്ടിറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും മെഷർമെന്റ് ആണ്, അല്ലെങ്കിൽ എന്തെങ്കിലും പീരീഡ് ഓഫ് ടൈം ആണ് നമ്മൾ മെൻഷൻ ചെയ്യണമെന്നുണ്ടെങ്കിലും എന്ത് ഉപയോഗിക്കണം? സിംഗുലർ വെർബ് വേണം ഉപയോഗിക്കാൻ. താഴത്തെ എക്സാമ്പിൾസ് ഒന്ന് നോക്കാം നമുക്ക്. 5 kilometers is not a long distance. ഇവിടെ 5 kilometer എന്ന് പറയുന്നത് ഒരു ലോങ് ഡിസ്റ്റൻസിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഡിസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ സിംഗുലർ വെർബേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ ഈസ് എടുത്തത്. 50 rupees അതൊരു എമൗണ്ട് ഓഫ് മണിയാണ്, അതുകൊണ്ടാണ് ഇവിടെ ഈസ് എടുത്തത്. ഇനി 10 kilos ഓഫ് റൈസ് എന്ന് പറയുന്നത് ഒരു എമൗണ്ട് ആണ്, അതുകൊണ്ട് നമ്മൾ അതിനെ എന്തായിട്ട് എടുക്കണം? സിംഗുലർ ടേം ആയിട്ടുള്ള ഈസ് എടുത്തു. ഇനി 2 years is necessary to prepare for civil service exam. 2 years അതൊരു പീരീഡ് ഓഫ് ടൈം ആണ്. സോ നമ്മൾ ഇവിടെ എന്തിനെടുക്കണം? സിംഗുലർ വെർബ് ഉപയോഗിക്കണം. ഓക്കെ, ഇനി ജെറൻസ് ആണ് സബ്ജക്റ്റ് ആയിട്ട് വരണമെന്ന് വിചാരിക്കുക. അപ്പൊ എന്താ ജെറന്റ് എന്ന് ആദ്യം നമുക്കറിയാം. ഓക്കെ, അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എന്താ പറയണേ നോക്കാം. ജെറന്റ് ആണ് സബ്ജക്റ്റ് ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ വെർബ് എന്ത് ഉപയോഗിക്കണം? സിംഗുലർ വെർബ് തന്നെ ഉപയോഗിക്കണം. ഓക്കെ, ജെറന്റ് ആണ് സബ്ജക്റ്റ് ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ സിംഗുലർ വെർബ് ഉപയോഗിക്കണം.
അപ്പൊ എന്താണ് ജെറൻഡ്? ജെറൻഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഫോംഡ് ബൈ ആഡിങ് ing ടു എ നൗൺ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റിസർച്ചിങ്. റിസർച്ച് എന്ന് പറയുന്നതാണ് നമ്മുടെ ഒരു വെർബ്. അപ്പൊ റിസർച്ചിങ്. റീഡിങ്, റീഡ് എന്ന് പറയുന്നതാണ് നമ്മുടെ വെർബ്. അതിന്റെ കൂടെ ing ചേർക്കാണ്. ഇങ്ങനെയുള്ള ടേംസ് ആണ് നമ്മുടെ സബ്ജക്റ്റ് ആയിട്ട് വരണമെന്ന് വിചാരിക്കും. അങ്ങനെയെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കണം? സിംഗുലർ ആയിട്ടുള്ള വെർബാണ് ഉപയോഗിക്കേണ്ടത്. എക്സാമ്പിൾ നോക്കി, പ്ലേയിങ് വിത്ത് മാഡ് ഡോഗ്സ് ഈസ് വെരി ഡേഞ്ചറസ്. ഇവിടെ ഈസ് എടുക്കാനുള്ള കാരണം എന്തായിരിക്കും? ജെറൻഡ് ആയിട്ടുള്ള പ്ലേയിങ് ആണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് സ്മോക്കിംഗ് ഇൻസൈഡ് ദ ബസ്സസ് ഈസ് പണിഷബിൾ. ഇവിടെ ഈസ് എടുക്കാനുള്ള കാരണം എന്തായിരിക്കും? സ്മോക്കിംഗ് എന്ന് പറയുന്നത് ജെറൻഡ് ആണ്. അപ്പൊ ജെറൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തിനു ഉപയോഗിക്കണം? സിംഗുലർ വെർബ് ഉപയോഗിക്കണം. ഇനി നോക്കിയേ, as much as, with, along with, together with, in addition to, in the company of, accompanied by, rather than, unlike, as much as, besides. ഇങ്ങനത്തെ എന്തെങ്കിലും ടേമുകളാണ് വരണമെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ രണ്ട് സബ്ജക്ട്സിനെ ബന്ധിപ്പിക്കുമ്പോൾ ആദ്യത്തെ സബ്ജക്റ്റ് നോക്കിയിട്ട് വേണം വെർബ് ഉപയോഗിക്കാൻ. ഇപ്പോൾ ആദ്യത്തെ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന വെർബും എന്തായിരിക്കണം? സിംഗുലർ ആയിരിക്കണം. ആദ്യത്തെ വെർബ് പ്ലൂറൽ ആണെങ്കിൽ ആദ്യത്തെ സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ നമ്മുടെ വെർബും പ്ലൂറൽ ആയിരിക്കണം. നമുക്ക് ഒന്ന് രണ്ട് എക്സാമ്പിൾസ് പറയുമ്പോൾ ക്ലിയർ ആവും. ഓക്കെ, ദ ചീഫ് മിനിസ്റ്റർ ആസ് വെൽ ആസ് 2 other ministers ഈസ് ഇൻവൈറ്റിംഗ് ദ പ്ലേസ് ടുഡേ. നോക്കി, ഇതിലെ ആദ്യത്തെ സബ്ജക്റ്റ് ആരാണ്? ചീഫ് മിനിസ്റ്റർ ആണ്. അത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? സിംഗുലർ ആണ്. അതുകൊണ്ടാണ് ഇവിടെ വെർബ് എന്തെടുത്തത്? സിംഗുലർ എടുത്തത്. ഇതൊന്ന് തിരിച്ചാലോചിച്ച് നോക്കാം. നമ്മളെ സെന്റൻസ് ഇങ്ങനെയാണ്, ദ മിനിസ്റ്റേഴ്സ് ആസ് വെൽ ആസ് ചീഫ് മിനിസ്റ്റർ ഡാഷ് വിസിറ്റിംഗ് ദ പ്ലേസ് ടുഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡാഷിന്റെ അവിടെ നമ്മൾ എന്തിനു ഉപയോഗിക്കണം? നമ്മൾ ആദ്യം വരുന്ന ടേം ഏതാണ്? ദ മിനിസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ അതൊരു പ്ലൂറൽ ആണ്. ആൻഡ് ആസ് വെൽ ആസ് ദ ചീഫ് മിനിസ്റ്റർ. ചീഫ് മിനിസ്റ്റർ അവിടെ സിംഗുലർ ആണ്. പക്ഷെ കാര്യമില്ല, നമ്മൾ ആരെയും നോക്കാൻ പാടുള്ളൂ? ആദ്യത്തെ സബ്ജക്റ്റിനെ മാത്രമേ നോക്കാൻ പാടുള്ളൂ. അപ്പൊ ആദ്യത്തെ സബ്ജക്റ്റിന് പ്രിഫറൻസ് കൊടുത്ത് നോക്കുമ്പോൾ ഇവിടെ എന്ത് ഉപയോഗിക്കേണ്ടി വരും? ആർ ഉപയോഗിക്കേണ്ടി വരും. ഓക്കെ, ഞാൻ പറഞ്ഞ രണ്ടാമത്തെ കേസാണ് കേട്ടോ. ഇനി അടുത്ത എക്സാമ്പിൾ നോക്കി, ദ സ്റ്റുഡൻസ് ആസ് വെൽ ആസ് ദ ടീച്ചർ ഹാവ് എൻറ്റേർഡ് ദ ക്ലാസ് റൂം. ഇവിടെ നോക്കി, സ്റ്റുഡൻസ് ആണ് നമ്മുടെ ആദ്യത്തെ സബ്ജക്റ്റ്. ഇവിടെ വന്നിരിക്കുന്നത് ആസ് വെൽ ആസ് എന്ന് പറയുന്ന കീ ടേം ആണ്. സ്റ്റുഡൻസ് എന്ന് പറയുന്നത് ഒരു പ്ലൂറൽ ആയതുകൊണ്ട് നമ്മൾ ഇവിടെ എടുക്കേണ്ടതും വെർബിന്റെ ഏത് ഫോം ആയിരിക്കണം? പ്ലൂറൽ ഫോം ആയിരിക്കണം. അതുകൊണ്ടാണ് ഇവിടെ ഹാവ് വന്നത്. ഇനി ഇവിടെ നോക്കിയേ, ഹരി, അതാണ് നമ്മുടെ ആദ്യത്തെ സബ്ജക്ട് കേട്ടോ. ഹരി എലോങ് വിത്ത് ഹിസ് ഫ്രണ്ട്സ്. ഫ്രണ്ട്സ് കുറെ പേരുണ്ട്, പക്ഷെ കാര്യമില്ല, നമ്മൾ ആരെയും നോക്കാൻ പാടുള്ളൂ? ആദ്യത്തെ സബ്ജക്റ്റേ നോക്കാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ ഈസ് പ്രിപ്പയറിംഗ് ഫോർ സിവിൽ സർവീസ് എന്നാക്കിയത്. ക്ലിയർ ആണോ? ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാമോ? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ? സൗണ്ട് കുറവ് അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ. ഇതുവരെ പറഞ്ഞത് ക്ലിയർ ആണോ? റിപ്ലൈ ഒന്നും വരണില്ലല്ലോ ചാറ്റ് ബോക്സിൽ. ഓക്കെ, ക്ലിയർ ആണ്. ഓക്കെ, ആ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാലോ അല്ലെ? സ്പീഡ് കൂട്ടണമെന്നാണോ കൂടുതലാണെന്നാണോ? സ്പീഡ് കൂടുതലാണെന്നാണോ ഉദ്ദേശിച്ചത്, അതോ കൂട്ടണം എന്നാണോ? കൂടുതലാണെന്ന്. ഓക്കെ, ഞാൻ ഒന്നുകൂടി സ്ലോ ഡൗൺ ചെയ്യാൻ ശ്രമിക്കാം. നിങ്ങൾ ഇന്നത്തെ PDF കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഏകദേശം നമ്മുടെ കഴിയാറായിട്ടുണ്ട്. ഇനി ഏതെങ്കിലും പോർഷൻ ഒന്നുകൂടി ഞാൻ പറഞ്ഞു തരേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി കേട്ടോ. ഓക്കെ, ചാറ്റ് ബോക്സ് ഇവിടെ സൈഡിൽ ആക്റ്റീവ് ആയിരിക്കും. അപ്പൊ അതില് ഞാനിങ്ങനെ ഇടയ്ക്ക് നോക്കാം. അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ മെസ്സേജ് ഇട്ടാൽ മതി, ഞാൻ അത് ഒന്നുകൂടി കവർ ചെയ്ത് തരാം. അടുത്തേക്ക് കിടക്കാണ് കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനെ ഒറ്റയടിക്ക് വായിക്കുമ്പോൾ ഒരു തേങ്ങയും മനസ്സിലാവില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്
ഇത് വെച്ചിട്ടാണ് നമ്മൾ കുറച്ച് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പോണത്. അപ്പോഴേക്കും നിങ്ങൾക്ക് കുറച്ച് ധാരണയാവും. ഓക്കെ, അപ്പൊ നമുക്ക് ഇതൊന്ന് കവർ ചെയ്തിട്ട് പ്രാക്ടീസ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഓക്കെ, അടുത്തത് കേട്ടോ 11ാമത്തെയാണ് ഞാൻ പറയണേ. ഓർ, ഐദർ ഓർ, നൈദർ നോർ, നോട്ട് ഓൺലി ബട്ട് ഓൾസോ. ഇങ്ങനത്തെ എന്തെങ്കിലും പ്രയോഗങ്ങളാണ് നമ്മുടെ സെന്റൻസിൽ വരണേന്ന് വിചാരിക്കുക. ഇവയിൽ ഏതെങ്കിലും ഉപയോഗിച്ച് രണ്ട് സബ്ജക്ട്സിനെ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ രണ്ടാമത്തെ സബ്ജക്റ്റിനെ നമ്മൾ നോക്കാൻ പാടുള്ളൂ. നമ്മൾ തൊട്ടുമുമ്പ് പറഞ്ഞത് ഒന്നാമത്തെ സബ്ജക്റ്റ് നോക്കണ കേസാണ്. ഐദർ ഓർ, നൈദർ നോർ ഒക്കെ വരുമ്പോൾ നമ്മൾ രണ്ടാമത്തെ സബ്ജക്ട്സിനെ മാത്രമേ നോക്കാൻ പാടുള്ളൂ. ഓക്കെ, നമുക്ക് 1-2 എക്സാമ്പിൾസ് നോക്കാം, അപ്പൊ ക്ലിയർ ആവും. രണ്ടാമത്തെ സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ വെർബും സിംഗുലർ ഉപയോഗിക്കണം. രണ്ടാമത്തെ സബ്ജക്ട് പ്ലൂറൽ ആണെങ്കിൽ വെർബും പ്ലൂറൽ ഉപയോഗിക്കണം. എക്സാമ്പിൾസ് നോക്കിയോളൂ. നൈദർ ദ ചെയർമാൻ നോർ ദ മെമ്പേഴ്സ് ഹാവ് കം. ഇവിടെ എന്തുകൊണ്ടാണ് ഹാവ് എടുത്തത്? നൈദർ ദ ചെയർമാൻ, ചെയർമാൻ ഒരാളുള്ളൂ, നോർ ദ മെമ്പേഴ്സ്, പക്ഷേ മെമ്പേഴ്സ് ഇവിടെ എന്താണ്? പ്ലൂറലാണ്. അതുകൊണ്ട് ഇവിടെ എന്തു എടുത്തു? ഹാവ് എന്നുള്ളത് എടുത്തു. നൈദർ നോർ എന്നുള്ള പ്രയോഗമാണ് ഇവിടെ വന്നത്. അടുത്തത് നോക്കിയേ, നോട്ട് ഓൺലി ദ മെമ്പേഴ്സ്, ആദ്യത്തെ ടേം പ്ലൂറൽ ആയിട്ടാണ്. ബട്ട് ഓൾസോ ദ ചെയർമാൻ, ചെയർമാൻ ഇവിടെ എന്താണ്? സിംഗുലർ ആണ്. സോ നമ്മളെടുത്ത നമ്മുടെ വെർബ് എന്തായിട്ട് വന്നു? ഹാസ് കം ആയിട്ട് വന്നു. ഓക്കെ, അപ്പൊ പ്രയോഗങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കാട്ടോ. ഇനി നോക്കിയേ, ചില ടേംസ് വായിക്കുമ്പോൾ നമുക്ക് സിംഗുലർ ആയിട്ട് തോന്നും. എക്സാമ്പിൾ നോക്കിയേ, കാറ്റിൽ. കാറ്റിൽ എന്ന് പറഞ്ഞാൽ കന്നുകാലി. കന്നുകാലി എന്ന് പറയുന്ന കന്നുകാലികൾ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ അതിന് എടുക്കാൻ പറ്റുള്ളൂ. കവൽറി, ക്ലർജി, ക്ലർജി എന്ന് പറഞ്ഞാൽ പുരോഹിതന്മാരുടെ കൂട്ടത്തിനെയാണ് പറയുന്നത് അല്ലെ. പീപ്പിൾ, പോലീസ്. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് സിംഗുലർ ആയിട്ട് തോന്നും, പക്ഷെ ഇതൊക്കെ എന്താണ്? പ്ലൂറൽ ആണ്. അതുകൊണ്ട് വെർബും എന്തെന്ന് ഉപയോഗിക്കണം? പ്ലൂറൽ വെർബ് ഉപയോഗിക്കേണ്ടി വരും. എക്സാമ്പിൾ നോക്കാം നമുക്ക്. കാറ്റിൽ ആർ ഗ്രേസിംഗ് ഇൻ ദ ഫീൽഡ്. ഇവിടെ ആർ ഉപയോഗിക്കാൻ കാരണം എന്താ? കാറ്റിൽ എന്ന് പറയുന്നത് നമ്മൾ പ്ലൂറൽ ആണ് കൺസിഡർ ചെയ്യുന്നത്. ഇനി ഇവിടെ നോക്കിയേ, ദ പോലീസ് ഹാവ് അറസ്റ്റഡ്. ഹാവ് എടുക്കാൻ കാരണം എന്താ? പ്ലൂറൽ ആണ് പോലീസ് എന്ന് പറയുന്ന ടേം. ഇനി ഇവിടെ നമുക്കൊരു NB പോലെ നമുക്ക് നോട്ട് ചെയ്ത് വെക്കാവുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് പറയുന്നത്. നോക്കിയേ, ദ വേർഡ് പബ്ലിക് ഈസ് യൂസ്ഡ് ബോത്ത് ആസ് സിംഗുലർ ആൻഡ് ആസ് പ്ലൂറൽ. രണ്ടും സിംഗുലർ ആയിട്ടും പ്ലൂറൽ വെർബായിട്ടും പ്ലൂറൽ യൂസ് ചെയ്ത് കാണാറുണ്ട്. അത് സിറ്റുവേഷൻ കൂടി നോക്കിയിട്ട് വേണം നമുക്ക് ഏത് ടേം ഉപയോഗിക്കണമെന്ന് തീരുമാനിക്കുക. ഇനി ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് ഒന്നുകൂടെ നോക്കി. ന്യൂസ്, സമൺസ്, ക്രോസ് റോഡ്സ്, വേജസ്, പൊളിറ്റിക്സ്, ഫിസിക്സ്, മാത്തമാറ്റിക്സ്, ഇക്കണോമിക്സ്, ഇങ്ങനത്തെ സബ്ജക്ട്സ് ഒക്കെയാണ് വരണമെന്നായിരിക്കും. ഇപ്പൊ ഡിസീസസിന്റെ പേര്, ഇതൊക്കെയാണ് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട വെർബ് ഏതെടുക്കേണ്ടത്? സിംഗുലർ ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പൊ വെർബ് സിംഗുലർ വരണം കേട്ടോ. ആ ടേംസ് ഒന്ന് നോക്കി വെച്ചോളൂ ഏതൊക്കെയാന്നുള്ളത്. ന്യൂസ്, അത് അതിന്റെ കൂടെ നമ്മൾ എപ്പോഴും സിംഗുലർ വെർബ് ഉപയോഗിക്കാൻ പാടുള്ളൂ. നമ്മൾ പറയാറുണ്ട് പാപത്തിന്റെ വേതനം മരണമാണ് അല്ലെ. ദ വേജസ് ഓഫ് സിൻ ഈസ് ഡെത്ത്. ഇവിടെ ഈസ് എടുക്കാനുള്ള കാരണം എന്താ? ഈസ് എടുക്കാനുള്ള കാരണം ഇവിടെ എടുത്തിരിക്കുന്ന വേജസ് എന്ന് പറയുന്നത് ഒരു പ്ലൂറൽ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും അതിനെ സിംഗുലർ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. അടുത്ത നോക്കിയേ, ബാഡ് ന്യൂസ് ട്രാവൽസ് ഫാസ്റ്റ്. ഇവിടെ ട്രാവൽസ് എന്നുള്ളത് എടുക്കാൻ കാരണം എന്തായിരിക്കും? ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന ന്യൂസ് എന്ന് പറയുന്ന ഈ ടേം കേൾക്കുമ്പോൾ പ്ലൂറൽ ആയിട്ട് തോന്നുമെങ്കിലും സിംഗുലർ ആണ്. ഇനി ഇതുപോലെ തന്നെ കുറച്ച് ട്വിസ്റ്റഡ് ആയിട്ടുള്ള ടേംസ് ആണ്. സിസേഴ്സ്, ടോങ്സ്, സ്പെക്ടക്കിൾസ്, പില്ലേഴ്സ്, ട്രൗസേഴ്സ്, പാൻസ്, ജീൻസ്, പൈജാമസ്, ഷൂസ്, സോക്സ്, ഗ്ലൗസ്, ബൈനോക്കുലേഴ്സ്. ഇതൊക്കെ എന്താണ്? പ്ലൂറലായി പരിഗണിക്കപ്പെടും. അതുകൊണ്ട് തന്നെ ഇതിന്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്ന വെർബും എന്ത് തന്നെയായിരിക്കണം? പ്ലൂറൽ ആയിരിക്കണം. സിസേഴ്സ് എന്ന് പറഞ്ഞാൽ കത്രികയാണ് മലയാളത്തില്, പക്ഷെ കത്രിക എന്ന് പറയുന്ന ഒരു പ്ലൂറൽ ടേം ആണ്. ടോങ്സ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ സാധനത്തെയാണ്, പക്ഷെ അത് പ്ലൂറലാണ്. സ്പെക്ടക്കിൾസ് എന്ന് പറയുന്നത് നമ്മൾ രണ്ട് കണ്ണിലും ധരിക്കുന്നതാണ്, അതുകൊണ്ട് അത് പ്ലൂറലാണ്. പ്ലയേഴ്സ്, ഞാൻ പില്ലേഴ്സ് എന്ന് വായിച്ചേ അല്ലെ, സോറി, പ്ലയേഴ്സ്, ട്രൗസേഴ്സ്, പാൻസ്, ജീൻസ്. ഈ ജീൻസ് ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് പ്ലൂറലായിട്ട് തോന്നും, സോറി സിംഗുലർ ആയിട്ട് തോന്നും. ജീൻസ് എന്നാണല്ലോ നമ്മൾ സാധാരണ പാന്റിനെ പറയും. അപ്പൊ ജീൻസ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു പ്ലൂറൽ ടേം ആണ്. അതുകൊണ്ട് കൂടെ ഉപയോഗിക്കുന്ന വെർബും എന്ത് തന്നെയായിരിക്കണം? പ്ലൂറൽ ആയിരിക്കണം. നോക്കിയേ, ദീസ് സ്പെക്ടക്കിൾസ് ആർ ഓഫ് നോ യൂസ് ടു മീ.
അവിടെ ആർ ഉപയോഗിക്കാനുള്ള കാരണം എന്തായിരിക്കും? ആർ ഉപയോഗിക്കാനുള്ള കാരണം സ്പെക്ടക്കിൾസ് എന്നുള്ള ടേമാണ് അവിടെ വന്നത്. അത് പ്ലൂറലാണ്. ഇനി നോക്കിയേ, ബ്ലാക്ക് പാൻസ് ആർ വെരി ഗുഡ് ഫോർ വൈറ്റ് ഷർട്ട്. കറുത്ത പാൻറ് വൈറ്റ് ഷർട്ടിന് നല്ലതാ, നമ്മൾ എപ്പോഴും പറയാറുള്ള ടേമാണ് അല്ലെ. അവിടെ ആർ ഉപയോഗിക്കാൻ കാരണം എന്താ? ബ്ലാക്ക് പാൻസ് എന്നുള്ളത് പ്ലൂറൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യപ്പെടുന്നത്. ഇനി സപ്പോസ് ഇവരുടെ ഫ്രണ്ടിൽ നമ്മൾ എ പെയർ ഓഫ് ഷൂസ് എന്നൊക്കെ നമ്മൾ പറയാൻ വിചാരിക്കുക. അങ്ങനെയൊക്കെ പറയുമ്പോൾ വെർബ് എന്ത് എടുക്കാൻ പാടുള്ളൂ? സിംഗുലർ വെർബേ എടുക്കാൻ പാടുള്ളൂ. ഓക്കെ, അതൊരു സ്പെഷ്യൽ കേസാണ്. എ പെയർ ഓഫ് എന്ന് അങ്ങനെ നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ അതിനെ സിംഗുലർ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പാടും. എ പെയർ ഓഫ് ഷൂസ് ഹാസ് ബീൻ ബോട്ട് ഫോർ മൈ സൺ. കണ്ടോ, അവിടെ ഹാസ് ബീൻ, ഹാസ് എടുക്കാൻ കാരണം എന്തായിരിക്കും? ഷൂസിന്റെ ഫ്രണ്ടിൽ എ പെയർ ഓഫ് എന്ന് ചേർത്തുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഇവിടെ എ പെയർ ഓഫ് എന്നുള്ളതിന് പകരം വെറുതെ ഷൂസ് എന്നാണ് പറഞ്ഞിരുന്നുണ്ടെങ്കിൽ ഹാഫ് ബീൻ എടുക്കേണ്ടി വരും. ഓക്കെ, അതാണ് അതിന്റെ വ്യത്യാസം. ഇനി സപ്പോസ് നമ്മൾ ഉപയോഗിക്കുന്ന കളക്റ്റീവ് നൗൺസ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, കളക്റ്റീവ് നൗൺസിന് ശേഷം നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഒറ്റ സെക്കൻഡ്, കളക്റ്റീവ് നൗണിന് ശേഷം നമ്മളൊരു ഓഫും കൂടി ആഡ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെ ഉള്ള കേസിൽ നൗണിന് ശേഷം സാധാരണയായിട്ട് സിംഗുലർ വെർബേ ഉപയോഗിക്കാൻ പാടുള്ളൂ. നോക്കിയേ, എ ഗ്രൂപ്പ് ഓഫ് പൊളിറ്റീഷ്യൻസ്, ഇവിടെ ഒരു കളക്റ്റീവ് നൗൺ ആണ് നമ്മൾ പറയുന്നത്. എ ഗ്രൂപ്പ് ഓഫ് പൊളിറ്റീഷ്യൻസ് ഹാസ് കം. കണ്ട, ഇവിടെ ഹാസ് എടുക്കാനുള്ള കാരണം എന്താ? എ ഗ്രൂപ്പ് ഓഫ്, അതൊരു സിംഗുലർ വെർബാണ്. അതുകൊണ്ടാണ് നമ്മൾ സിംഗുലർ, അതൊരു സിംഗുലർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നതാണ് സിംഗുലർ വെർബ് ഉപയോഗിക്കേണ്ടി വന്നത്. എ ഗ്യാങ് ഓഫ് തീവ്സ്, അവിടെ നമ്മൾ സിംഗുലർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ എന്ത് വന്നത്? ഹാസ് എന്നുള്ളത് വന്നത്. ഓക്കെ, ഈ എക്സാമ്പിൾസ് ഒന്ന് നോക്കി വെച്ചോളൂ. നമുക്ക് ഈ എക്സാമ്പിൾ വെച്ചിട്ട് വേണം ഈ പറയുന്ന കാര്യങ്ങൾ ഓർത്തു വെക്കാൻ. ഇനി കമ്മിറ്റി, ഓർഗനൈസേഷൻ, ടീം, ജൂറി, ഫാമിലി, ഇതൊക്കെ കളക്റ്റീവ് നൗൺസ് തന്നെയാണ്. ഇങ്ങനെയുള്ള കേസുകളിൽ ചില അവസരങ്ങളിൽ സിംഗുലറും ചില അവസരങ്ങളിൽ പ്ലൂറലും. ഇപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ടീമിനെ മൊത്തത്തിലാണ് നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ വെർബ് സിംഗുലർ ഉപയോഗിക്കണം. ടീമിനെ മൊത്തത്തിലാണ് പറയുന്നത് അല്ലെ. അതേസമയം ടീമിലെ ഓരോ അംഗങ്ങളെ സ്പെസിഫൈ ചെയ്താൽ പറയണമെന്നുണ്ടെങ്കിൽ അത് പ്ലൂറലായിരിക്കും. എക്സാമ്പിൾ നോക്കി, ദ കമ്മിറ്റി ഹാസ് ടേക്കൺ എ ഡിസിഷൻ യുനാനിമസ്ലി. കമ്മിറ്റി മൊത്തത്തിൽ ഒന്നിച്ചൊരു തീരുമാനം എടുത്തു. അപ്പൊ അവിടെ ഒറ്റക്കെട്ട്, അപ്പൊ സിംഗുലർ. ഓക്കെ, ഇനി ദ കമ്മിറ്റി ആർ ഡിവൈഡഡ് ഓൺ ഡിഫറെന്റ് ഒപ്പീനിയൻ. കമ്മിറ്റി പല പല അഭിപ്രായങ്ങളായിട്ട് പിരിഞ്ഞു പോയി. ഓക്കെ, അപ്പൊ അവിടെ ആർ വന്നു. കണ്ടോ, അതാണ് ഡിഫറൻസ് വരുന്നത്. ഇനി കമ്മിറ്റിയിലെ ഓരോ അംഗങ്ങളും പല പല അഭിപ്രായം പറഞ്ഞുകൊണ്ടാണ് അവിടെ ആറ് വന്നത്. അവിടെ യൂണിറ്റി ഇല്ല. ഓക്കെ, ഇനി മോസ്റ്റ് ഓഫ്, ലോട്ട് ഓഫ്, ഹാഫ് ഓഫ്, പ്ലെന്റി ഓഫ്, ഗ്രേറ്റ് ഡീൽ ഓഫ്, ഇങ്ങനത്തെ ടേംസ് ആണ് വരുന്നത് വിചാരിക്കാം. ഇത് കൗണ്ടബിൾ നൗൺസ് ആണ്. ഇതിന് ഈ പറഞ്ഞ ടേംസിന് ശേഷം വരണമെന്നുണ്ടെങ്കിൽ പ്ലൂറൽ വെർബും, അൺകൗണ്ടബിൾ നൗൺസ് ആണ് വരണമെന്നുണ്ടെങ്കിൽ സിംഗുലർ വെർബ് ഉപയോഗിക്കണം. ഈ കൗണ്ടബിൾ അൺകൗണ്ടബിൾ എന്താണെന്ന് ഇവിടെ എക്സാമ്പിൾ നോക്കുമ്പോൾ മനസ്സിലാവും. നോക്കിയേ, എ ലോട്ട് ഓഫ് വേക്കൻസീസ് ആർ റിപ്പോർട്ടഡ്. ഇവിടെ ആർ എടുക്കാൻ കാരണം എന്താ? നമ്മൾ തൊട്ടുമുമ്പ് പറഞ്ഞ എന്തായിരുന്നു? കൗണ്ടബിൾ നൗൺ ആണ് വരണമെന്നുണ്ടെങ്കിൽ എന്ത് ഉപയോഗിക്കണം? പ്ലൂറൽ വെർബ് ഉപയോഗിക്കണം. അൺകൗണ്ടബിൾ നൗൺ ആണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ഉപയോഗിക്കണം? സിംഗുലർ വെർബ് ഉപയോഗിക്കണം. ഇവിടെ വേക്കൻസീസ്, അത് എത്ര എണ്ണം ഉണ്ടെന്ന് നമുക്കറിയോ? ഇല്ല. അപ്പൊ അത് എന്താണ്? അൺകൗണ്ടബിൾ ആണ്. ഓക്കെ, സോറി, കൗണ്ടബിൾ ആണ്. വേക്കൻസീസ് ഇപ്പൊ PSC ഒക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇപ്പൊ 10 പേര് റിട്ടയർ ചെയ്യും, 10 വേക്കൻസി ഉണ്ട്. അപ്പൊ അതൊരു കൗണ്ടബിൾ നൗൺ ആണ്. സോ ഇവിടെ നമ്മൾ ആർ ഉപയോഗിച്ചു. ഇനി പ്ലെന്റി ഓഫ് ഷുഗർ, ഷുഗർ നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റുമോ എത്ര എണ്ണം ഉണ്ടെന്ന്? അതൊരു അൺകൗണ്ടബിൾ നൗൺ ആണ്. അപ്പൊ നമ്മൾ എന്ത് വെർബ് ഉപയോഗിക്കണം? സിംഗുലർ വെർബ് ആയിട്ടുള്ള ഈസ് ഉപയോഗിക്കണം. ക്ലിയർ ആണോ? ഈ കൗണ്ടബിൾ അൺകൗണ്ടബിൾ അത് അങ്ങനത്തെ ഒരു കണ്ടീഷനിൽ ചിന്തിച്ചോളൂ കേട്ടോ. നമ്മൾ നമ്മുടെ ലാസ്റ്റ് സെക്ഷനിലേക്ക് എത്തിയിട്ടോ. ബോത്ത്, ഫ്യൂ, എ ഫ്യൂ, സെവറൽ, ഇങ്ങനത്തെ സെവറൽ ഈസ് ടു, ഇങ്ങനത്തെ ടേംസ് ആണ് നമുക്ക് വരണമെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ എന്ത് വെർബ് ഉപയോഗിക്കണം? പ്ലൂറൽ വെർബ് വേണം ഉപയോഗിക്കാൻ. ഓക്കെ, എക്സാമ്പിൾ നോക്കിയേ, എ ഫ്യൂ സ്റ്റുഡൻസ് ആർ ഗുഡ് അറ്റ് ഇംഗ്ലീഷ്. കുറച്ച് സ്റ്റുഡൻസ് ഇംഗ്ലീഷിൽ അടിപൊളിയാണ് അല്ലെ. ബോത്ത് ഓഫ് ദം ആർ കമ്മിങ് ഹിയർ, അവിടെ ബോത്ത് ഓഫ് ദം വന്നത് കൊണ്ടാണ് ഇവിടെ നമ്മൾ എന്തെടുത്തത്? ആർ എടുത്തത്. ഇനി വൺ ഓഫ് ദ എന്നതിന് ശേഷം പ്ലൂറൽ നൗൺസ് മാത്രമേ ഉപയോഗിക്കുള്ളൂ.
അതിനുശേഷം വരുന്ന വെർബ് പക്ഷെ സിംഗുലർ ആയിരിക്കും. നോക്കിയേ, വൺ ഓഫ് ദ ബോയ്സ് കംസ് ഹിയർ. ഇവിടെ ബോയ്സ് എന്നുള്ളത് പ്ലൂറലാണ്. വൺ ഓഫ് ദ ബോയ്സ് എന്ന് പറഞ്ഞപ്പോൾ അത് ഒരു സിംഗിൾ വ്യക്തിയായി മാറി. അതുകൊണ്ടാണ് ഇവിടെ കംസ് എന്നെടുക്കേണ്ടി വന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സാധാരണഗതിയിൽ വൺ ഓഫ് ദ കഴിഞ്ഞ് വരുന്ന പ്ലൂറൽ നൗൺ ആണ് വരിക. അതിനുശേഷം വരുന്ന വെർബ് എപ്പോഴും എന്തായിട്ട് എടുക്കണം? സിംഗുലർ വെർബ് തന്നെ എടുക്കണം. ഓക്കെ, അതൊരു സ്പെഷ്യൽ കേസാണ്. എന്നാൽ വൺ ഓഫ് ദ എന്നുള്ളതിന് ശേഷം പ്ലൂറൽ നൗൺ വന്നു, അതിനുശേഷം ഒരു റിലേറ്റീവ് പ്രോനൗൺ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ ആ റിലേറ്റീവ് പ്രോനൗണിനോട് ചേർന്ന് വരുന്ന വെർബ് പ്ലൂറലും അതിനുശേഷം വരുന്ന മെയിൻ വെർബ് സിംഗുലറും ആയിരിക്കണം. എക്സാമ്പിൾ നോക്കാം. നമുക്ക് ഇങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ ക്ലിയർ ആവില്ല. എന്താണ് ഈ റിലേറ്റീവ് പ്രോനൗൺ? അതൊന്നും നമുക്ക് ചിലപ്പോൾ ഒറ്റയടിക്ക് മനസ്സിലായി വരില്ല. ഇവിടെ ഒരു എക്സാമ്പിൾ എന്നോട് നോക്കി, ദാറ്റ്, വാട്ട്, വിച്ച്, ഹൂ, ഹൂസ്, ഹും. ഇങ്ങനെയുള്ള ടേംസിനെയാണ് നമ്മൾ റിലേറ്റീവ് പ്രോനൗൺസ് എന്ന് പറയുന്നത്. നോക്കി, നമ്മൾ ദാറ്റ് എന്ന് ഉപയോഗിക്കുന്നത് അത് എന്നിങ്ങനെ പോയിന്റ് ചെയ്ത് പറയാനാണ്. വിച്ച്, ഹൂ, ഹൂസ്, ഇതൊക്കെ നമ്മൾ ഒരാളുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയുന്ന കേസുകളാണ്. അങ്ങനെ റിലേറ്റീവ് പ്രോനൗൺ ആണ് വരണമെന്നുണ്ടെങ്കിൽ അതിനോട് ചേർന്ന് വരുന്ന വെർബ് പ്ലൂറലായിരിക്കണം. ഓക്കെ, റിലേറ്റീവ് പ്രോനൗണോട് ചേർന്ന് വരുന്ന വെർബ് പ്ലൂറലായിരിക്കണം. അതേസമയം അത് കഴിഞ്ഞിട്ട് വേറൊരു മെയിൻ വെർബ് വരും. അയാളെ എന്തായിട്ട് എടുക്കാൻ പാടുള്ളൂ? സിംഗുലർ ആയിട്ട് എടുക്കാൻ പാടുള്ളൂ. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നിങ്ങൾക്ക് ഒറ്റയടിക്ക് പറയുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവില്ല. അതുകൊണ്ടാണ് വൺ ഓഫ് ദ ബോയ്സ് ഹൂ കം ഹിയർ ഈസ് മൈ കസിൻ. ഇവിടെ നോക്കി, വൺ ഓഫ് ദ ബോയ്സ്, ഹൂ, ഇതെന്താണ്? ഒരു റിലേറ്റീവ് പ്രോനൗൺ ആണ്. അതിനോട് ചേർന്ന് വരുന്ന വെർബ് കം. അത് പ്ലൂറൽ ഫോമിലാണ് നമ്മൾ എടുത്തേക്കണത്, അല്ലാതെ കംസ് എന്നല്ല പറഞ്ഞത്, കം എന്നാണ് പറഞ്ഞത്. ഇനി അടുത്ത് നോക്കിയേ, ഹിയർ ഈസ് മൈ കസിൻ. കസിൻ എന്ന് പറയുന്നത് എന്താണ്? സെക്കൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു മെയിൻ വെർബാണ് നമുക്ക് വേണമെങ്കിൽ പറയാം. അതിനോട് ചേർന്നാണ് നമ്മൾ ഇവിടെ എന്ത് ചേർത്തത്? ഈസ് എന്നുള്ള ടേം ചേർത്തത്. ഓക്കെ, അപ്പോ വൺ ഓഫ് ദ ബോയ്സ്, ഹൂ, ഹൂ എന്നുള്ളത് റിലേറ്റീവ് പ്രോനൗൺ ആണ്. അതുകൊണ്ട് നമ്മളിവിടെ കംസ് എന്നെടുത്തില്ല, കം എന്നെടുത്തോളൂ. അതിനുശേഷമുള്ള ടേം നോക്കി, ഹിയർ ഇസ് മൈ കസിൻ. ഈ മൈ കസിൻ എന്ന് പറയുന്നത് മെയിൻ വെർബാണ്, അത് സിംഗുലർ ആണ്. അതുകൊണ്ടാണ് ഇവിടെ ഈസ് എടുത്തത്. അത് പ്ലൂറൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തെടുക്കണം? പ്ലൂറൽ വെർബ് തന്നെ എടുക്കേണ്ടി വരും. ഓക്കെ, ദെൻ ഓക്കെ, നമ്മൾ ലാസ്റ്റ് പേജിലേക്ക് എത്താണ്. മെനി, എ ഗുഡ് മെനി എന്നിവയ്ക്ക് ശേഷം പ്ലൂറൽ നൗണും പ്ലൂറൽ വെർബും ആയിരിക്കാൻ ഉപയോഗിക്കേണ്ടത്. അത് അങ്ങനെ തന്നെ ഓർത്ത് വെക്കാട്ടോ. എക്സാമ്പിൾ നോക്കിയേ, മെനി സ്റ്റുഡൻസ് ആർ പ്രസന്റ് ടുഡേ. കുറെ സ്റ്റുഡൻസ് ഒന്ന് വന്നിട്ടുണ്ട്. എ ഗുഡ് മെനി ടീച്ചേഴ്സ് ആർ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. നല്ല ടീച്ചേഴ്സ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ വരദാനാണ്. ഇവിടെയൊക്കെ നമ്മളെടുക്കുന്ന നൗണും പ്ലൂറൽ ആയിരിക്കണം, വെർബും എന്ത് തന്നെയായിരിക്കണം? പ്ലൂറൽ ആയിരിക്കണം. അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അടുത്തത് നോക്കാം നമുക്ക്. മെനി എ വന്നു കഴിഞ്ഞാൽ സിംഗുലർ നൗണും സിംഗുലർ വെർബ് ഉപയോഗിക്കാൻ പാടില്ല. മെനി എ സ്റ്റുഡന്റ് ഈസ് ഇൻഫോംഡ് ദ ക്ലാസ്. ഇവിടെ ഈസ് എടുക്കാനുള്ള കാരണം എന്താ? ഈസ് എടുക്കാനുള്ള കാരണം മെനി എ എന്നത് വന്നു കഴിഞ്ഞാൽ സിംഗുലർ നൗണേ അതുപോലെ തന്നെ സിംഗുലർ വെർബുമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ സ്റ്റുഡൻസ് എന്ന് പറയാണ്ട് സ്റ്റുഡന്റ് എന്ന് പറഞ്ഞത്. ഇവിടെ ഈസ് എടുക്കാനും കാരണം എന്ത് തന്നെയാണ്? അതൊരു സിംഗുലറെ നമുക്ക് കൺസിഡർ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള നിയമമുള്ളത് കൊണ്ടാണ്. ഇനി എ നമ്പർ ഓഫ് എന്നതിന് ശേഷം പ്ലൂറൽ നൗണോ പ്ലൂറൽ വെർബോ വന്നു കഴിഞ്ഞാൽ എ നമ്പർ ഓഫ് എന്നതിന് ശേഷം പ്ലൂറൽ നൗണും പ്ലൂറൽ വെർബുമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. എ നമ്പർ ഓഫ് ഫ്ലവേഴ്സ്. അപ്പൊ അവിടെ നമ്മൾ അതിന് ശേഷം എന്തെടുത്തു? ആർ എന്നുള്ളത് എടുത്തു. ഗിവൺ ഹെർ. അപ്പൊ ഇവിടെ ആർ എടുക്കാൻ കാരണം എന്താണ്? എ നമ്പർ ഓഫ് എന്നുള്ളതാണ്. ഇനി എ നമ്പർ ഓഫ് മാംഗോസ് ഇൻ ദ ബാസ്കറ്റ്. ഇവിടെ നോക്കിയേ, എ നമ്പർ ഓഫ് ഫ്ലവേഴ്സ് ആർ ഗിവൺ ടു ഹെർ. എന്നാൽ ദ നമ്പർ ഓഫ് എന്നതിന് ശേഷം പ്ലൂറൽ നൗണും ഡു സിംഗുലർ വെർബും മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ മാംഗോസ്. കണ്ടോ? മാംഗോസിന് ചേർന്ന് നമ്മൾ എന്തെടുത്തത്? ഇവിടെ ഈസ് എന്നെടുത്തത്. കണ്ടോ? ക്ലിയർ ആണെന്ന് വിചാരിക്കണം. ഇനി നമുക്ക് എക്സാമ്പിൾസിലേക്ക് കടക്കാറായി. ലാസ്റ്റ് വൺ, മോർ ദാൻ വണ്ണിന് ശേഷം സിംഗുലർ നൗണും സിംഗുലർ വെർബും മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. മോർ ദാൻ 1 month is enough to prepare for LDC exam. നോക്കിയേ, ഇവിടെ ഈസ് എടുക്കാനുള്ള കാരണമാണ് എന്ത്? മോർ ദാൻ 1 എന്നുള്ളത് വന്നു. ഇനി മോർ ദാൻ 1ന് ശേഷം ഇവിടെ 1 month ആണ് കേട്ടോ പറഞ്ഞത്, സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് 1 month എന്ന്. അതൊരു സിംഗുലർ ആണ്. ഇനി മോർ ദാൻ 2000 people, ഇത് പ്ലൂറൽ അല്ലേ?
2000-ലധികം ആളുകൾ, 2000 എന്ന് പറയുന്ന ഒരു പ്ലൂറൽ ടേം ആണ്. സോ അത് കഴിഞ്ഞിട്ട് വരുന്ന ഹാവ് എന്നുള്ളത് നമ്മൾ സ്പെസിഫൈ ചെയ്തെടുത്തു. കാരണം എന്താ, 2000 എന്നുള്ളതൊരു പ്ലൂറൽ വെർബ് ആയതുകൊണ്ട്. അപ്പൊ ഇത്രയാണ് നമുക്ക് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കണ്ടീഷൻസ്. ഓക്കെ, അപ്പൊ ഒരു കാര്യം ചെയ്യാം. ഈ 22 നിയമങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, പ്രോബ്ലംസ് ആൻസർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ 22 എണ്ണം ഒരു 5 മിനിറ്റ് സമയം എടുത്ത് ഒന്ന് വായിക്കുക, വെറുതെ ഒന്ന് വായിക്കുക. നിങ്ങൾ പഠിക്കണം എന്നല്ല ഞാൻ പറയണം, മൊത്തം ഒന്ന് വായിക്കുക. അതിനുശേഷം നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പൊ ഒരു 5 മിനിറ്റ് സമയം തരാണ്, നിങ്ങൾ ഇത്ര ഒന്ന് വായിച്ചെത്തുക. സ്വാഭാവികമാണ് നമ്മൾ മറന്നു പോകും, കാരണം 21 എണ്ണം കാണാണ്ട് പഠിക്കാൻ നമുക്ക് പറ്റില്ല. അപ്പൊ ജസ്റ്റ് ഒന്ന് വായിച്ചു നിർത്തൂ. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ പ്രോബ്ലംസിലേക്ക് കിടക്കാം. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ നിയമങ്ങൾ ഉപയോഗിച്ച് എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് ആൻസറിലേക്ക് എത്താന്ന് പറയാം. ഓക്കെ, അപ്പൊ എല്ലാവരും ഒന്ന് വായിച്ചു. ഓക്കെ, എല്ലാവരും വായിച്ചെത്തിയെന്ന് ഞാൻ വിചാരിക്കുകയാണ്. നിങ്ങളുടെ വാട്സപ്പിലേക്ക് ഗ്രൂപ്പിലേക്ക് ഞാൻ ഇങ്ങനൊരു ക്വസ്റ്റ്യൻസ് അയച്ചിട്ടുണ്ട്. എല്ലാവരും അതൊന്ന് ഓപ്പൺ ആക്കി വെക്കൂ. പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് കേട്ടോ. അതിൽ ഏകദേശം എത്ര ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്, 20 ക്വസ്റ്റ്യനോളം 30 ക്വസ്റ്റ്യനോളം തന്നിട്ടുണ്ട്. അതിൽ ആദ്യത്തെ 10 ക്വസ്റ്റ്യനിൽ ഉത്തരം ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. അപ്പൊ അത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം, ഇപ്പൊ ആദ്യത്തെ നോക്കുക. വൺ ഓഫ് ദ ബുക്സ് ഇൻ മൈ ലൈബ്രറി ഡാഷ് മിസ്സിംഗ്. 4 ഓപ്ഷൻ അവിടെ തന്നിട്ടുണ്ട്. ഈസ്, ആർ, വെർ, ഹൗ. വൺ ഓഫ് ദ ബുക്സ്, വൺ ഓഫ് ദ. നമ്മളിവിടെ കോൺകോഡിൽ വൺ ഓഫ് ദ എന്ന് പറയുന്നത് എവിടെയോ പഠിച്ചിട്ടുണ്ട് ഇല്ലേ? അത് എവിടെയാണെന്ന് എടുത്ത് നോക്കുക, വൺ ഓഫ് ദ. എന്നിട്ട് അതിന് കറസ്പോണ്ടിങ് ഏതെടുത്താലാണ് ശരിയാവുക, അങ്ങനെ തന്നെ കമ്പയർ ചെയ്ത് തന്നെ ചെയ്യണേ. അങ്ങനെ ആദ്യത്തെ 10 ക്വസ്റ്റ്യനൊന്ന് ഉത്തരം കണ്ടുപിടിക്കുക. അങ്ങനെ ഉത്തരം കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, വേണ്ട 10 എണ്ണം ചെയ്യണ്ട, ആദ്യത്തെ ഒരു 5 എണ്ണം ചെയ്യും, എന്നിട്ട് നമുക്ക് അതിലേക്ക് കിടക്കാം. ആദ്യത്തെ 5 എണ്ണം കേട്ടോ, മറക്കരുത്, ലേറ്റ് ആവരുത്. 5 എണ്ണം ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ചാറ്റ് ബോക്സിൽ കഴിഞ്ഞു എന്ന് പറയാം. ഒരാള് കമന്റ് ചെയ്താൽ പോലും നമുക്കത് ഡിസ്കസ് ചെയ്ത് തുടങ്ങാം. അതുകൊണ്ട് ഈ 4 ഓപ്ഷനിൽ ഏതാണ് കറക്റ്റ് ആൻസർ എന്നുള്ളത് വേഗം വേഗം കണ്ടുപിടിക്കുക കേട്ടോ. കഴിഞ്ഞവര് പറഞ്ഞോളൂ കേട്ടോ, എന്നാലും നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുള്ളൂ. 5 എണ്ണം ചെയ്ത് കഴിയുമ്പോൾ പറയണേ. എനിക്ക് കാണാൻ പറ്റുന്നുള്ളൂ. ഫസ്റ്റ് വൺ ഓഫ് ദ ബുക്സ് ഇൻ മൈ ലൈബ്രറി ഡാഷ് മിസ്സിംഗ്. സെക്കൻഡ് വൺ എ ലോട്ട് ഓഫ് ടൈം ഡാഷ് വേസ്റ്റഡ്. രണ്ടേ കാണുന്നുള്ളൂ. ഞാൻ വാട്സപ്പിൽ അയച്ചത് ഓപ്പൺ ആക്കിയിട്ടുണ്ടോ? ഇല്ല, നോക്കട്ടെ കേട്ടാ. ഓക്കെ, ഈ സ്ക്രീനിൽ നമുക്ക് 5 എണ്ണം അറ്റ് എ ടൈം കാണിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ വാട്സപ്പിൽ അയച്ചു തന്നെ കേട്ടോ.
എന്തായി, കഴിഞ്ഞോ? റിപ്ലൈ ഒന്നും വന്നില്ലല്ലോ. കഴിഞ്ഞോ ആദ്യത്തെ 5 കഴിഞ്ഞെങ്കിൽ നമുക്ക് ഇതെങ്ങനെ ഉത്തരം കണ്ടുപിടിക്കണേന്ന് നോക്കാം. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. എല്ലാവർക്കും സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലെ? വൺ ഓഫ് ദ ബുക്സ് ഇൻ മൈ ലൈബ്രറി ഡാഷ് മിസ്സിംഗ്. നമ്മള് ഇംഗ്ലീഷില് കോൺകോർഡിന്റെ കേസിൽ വൺ ഓഫ് ദ കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞിരുന്നത്? ആർക്കെങ്കിലും വൺ ഓഫ് ദ കഴിഞ്ഞിട്ടുള്ള സെക്ഷൻ ഏതാണെന്നൊന്ന് വായിക്കാൻ പറ്റുമോ? വൺ ഓഫ് ദ. ഓക്കെ, ഞാൻ തന്നെ വായിക്കാം. വൺ ഓഫ് ദക്ക് ശേഷം പ്ലൂറൽ നൗൺസ് മാത്രമേ ഉപയോഗിക്കുള്ളൂ. അതിനുശേഷം വരുന്ന വെർബ് സിംഗുലർ ആയിരിക്കണം. അതുപോലെ നമ്മൾ അതിന്റെ കൂടെ വേറൊരു കണ്ടീഷൻ കൂടെ അഡീഷണൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വൺ ഓഫ് ദയ്ക്കും പ്ലൂറൽ നൗണിന് ശേഷം റിലേറ്റീവ് പ്രോനൗൺ വരുന്ന കേസ്. ഇവിടെ അങ്ങനെ ഒരു എക്സാമ്പിൾ വന്നിട്ടുണ്ടോ നോക്കാം. വൺ ഓഫ് ദ ബുക്സ്, അത് കഴിഞ്ഞിട്ട് ഒരു റിലേറ്റീവ് പ്രോനൗൺ വന്നിട്ടുണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് എന്തിനാ പറയാം? ആദ്യത്തെ കണ്ടീഷൻ തന്നെ എടുക്കാം. വൺ ഓഫ് ദക്ക് ശേഷം വരുന്ന പ്ലൂറൽ നൗൺ, ഇത് പ്ലൂറൽ ആണല്ലോ ബുക്സ് എന്നുള്ളത്. അപ്പൊ പ്ലൂറൽ നൗൺ അത് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. കറക്റ്റ് ആയിട്ട് അവർ തന്നിട്ടുണ്ട്. അതിനുശേഷം വരുന്ന വെർബ് എന്തെടുക്കാൻ പാടുള്ളൂ? സിംഗുലർ. അപ്പൊ ഇവിടെ സിംഗുലർ വെർബ് എടുക്കാൻ പാടുള്ളൂ. വൺ ഓഫ് ദ ബുക്സ് ഇൻ മൈ ലൈബ്രറി, ഇതിൽ ഏതാണ് സിംഗുലർ നോക്കാം? ഈസ് സിംഗുലർ അല്ലേ? അതെ. ആർ എന്ന് പറയുന്നത് പ്ലൂറൽ ആണ്, വേർ എന്ന് പറയുന്നത് പ്ലൂറൽ ആണ്, ഹാവ് എന്ന് പറയുന്നത് പ്ലൂറൽ ആണ്. അപ്പൊ ഇവിടുത്തെ ആൻസർ ഏതായിരിക്കും? ഈസ് ആയിരിക്കും ആൻസർ. എത്ര പേരുടെ ശരിയായി? എത്ര പേരുടെ ശരിയായി എന്ന് പറയാമോ? ചാറ്റ് ബോക്സിൽ കറക്റ്റ് ആയി. ഓക്കെ, 5-6 പേരുണ്ട്. യെസ്, ഹാപ്പി. അടുത്തത് രണ്ടാമത്തെ ക്വസ്റ്റിലേക്ക് കിടക്കാണ്. എ ലോട്ട് ഓഫ് ടൈം ഡാഷ് വേസ്റ്റഡ്. എ ലോട്ട് ഓഫിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? ഞാൻ നോക്കട്ടെ അത് എവിടെയാന്ന്. ആർക്കെങ്കിലും നോക്കിയിട്ട് എ ലോട്ട് ഓഫ് എന്നുള്ളത് കണ്ടെത്തിയത് വായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മൈക്ക് ടേൺ ചെയ്ത് വായിക്കാം കേട്ടോ. അല്ലെങ്കിൽ ഞാൻ അത് കണ്ടുപിടിക്കുന്നവരെ വെയിറ്റ് ചെയ്യണം. ഉം. 17ാമത്തെ ആയിരുന്നു മോസ്റ്റ് ഓഫ്. വായിച്ചോളൂ. മോസ്റ്റ് ഓഫ്, ലോട്ട് ഓഫ്, ഹാഫ് ഓഫ്, പ്ലെന്റി ഓഫ്, എ ഗ്രേറ്റ് ഡീൽ ഓഫ് തുടങ്ങിയവയ്ക്ക് ശേഷം കൗണ്ടബിൾ നൗൺ ആണ് വരുന്നതെങ്കിൽ പ്ലൂറൽ വെർബും, അൺകൗണ്ടബിൾ നൗൺ ആണ് വരുന്നതെങ്കിൽ സിംഗുലർ വെർബും ഉപയോഗിക്കണം. ഇനി ഇവിടെ നോക്കാം നമുക്ക്. എ ലോട്ട് ഓഫ് എന്നതിന് ശേഷം ഇവിടെ വന്നിരിക്കുന്ന വെർബ് ഏതാണ്? ടൈം ആണ്. അത് കൗണ്ടബിൾ ആണോ അൺകൗണ്ടബിൾ ആണോ? കൗണ്ട് ചെയ്യാം. കാരണം നമ്മൾ 1 മണിക്കൂർ, 2 മണിക്കൂർ, 3 മണിക്കൂർ അങ്ങനെ നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറയാറുണ്ട്. അപ്പൊ കൗണ്ടബിൾ ആണ്. അപ്പൊ ഇവിടെ നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ആർ ഉണ്ട്, ഹാസ് ഉണ്ട്, വാസ് ഉണ്ട്, ഹാവ് ബീൻ ഉണ്ട്. 6 എന്തായാലും പ്ലൂറലാണ്, തട്ടിക്കളയാം. ഹാസ് അവിടെ നിർത്താം, സിംഗുലർ ആണ്. വാസ് അവിടെ നിർത്താം, അതും സിംഗുലർ ആണ്.
ഹാവ് ബീൻ അത് പ്ലൂരലാണ്. അപ്പൊ ഇത് രണ്ടും കളഞ്ഞു കേട്ടോ. ആറും കളഞ്ഞു, ഹാവ് ബീനും കളഞ്ഞു. പിന്നെ ബാക്കിയുള്ളത് നോക്കാം. ഹാസും വാസും. ഇവിടെ ടെൻസ് കിടക്കുന്നത് ഏതിലാണ്? വേസ്റ്റഡ് എന്ന് പറയുമ്പോൾ പാസ്റ്റ് ടെൻസിലാണ്. tense, അപ്പൊ നമ്മൾ ഇവിടെ ഏതെടുക്കേണ്ടത്? ഹാസ് എടുക്കണോ വാസ് എടുക്കണോ? was, വാസ് എടുക്കണം. ക്ലിയർ ആയോ എല്ലാവർക്കും? ഒന്നുകൂടി ഞാൻ പറയാം. എ ലോട്ട് ഓഫ് ടൈം. ടൈം എന്നുള്ളത് കൗണ്ടബിൾ ആണ്. അപ്പൊ അതിന് ശേഷം വരുന്ന വെർബ് എന്തെടുക്കണം? സിംഗുലർ വെർബ് എടുക്കാൻ പാടുള്ളൂ. നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ടായി. ആർ, ഹാസ്, വാസ്, ഹാവ് ബീൻ. ഇതിലെ ആറും ഹാവ് ബീനും രണ്ടും പ്ലൂറലാണ്. അതുകൊണ്ട് നമ്മൾ അതിനെ ഉപേക്ഷിച്ചു. ബാക്കി രണ്ടെണ്ണം ഏതേ ഉള്ളൂ? ഹാസും വാസും മാത്രമേ ഉള്ളൂ. ഇനി ഇവിടെ ടെൻസ് നോക്കി. വേസ്റ്റഡ് എന്നാണ് നമ്മുടെ വാക്ക് അവസാനിച്ചിരിക്കുന്നത്, അല്ലെ? സെന്റൻസ് അവസാനിച്ചിരിക്കുന്നത്. അപ്പൊ അത് പാസ്റ്റ് ടെൻസ് ആണ്. അതുകൊണ്ട് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്ന നമ്മുടെ വെർബും പാസ്റ്റ് ടെൻസിനോട് ചേർന്നതായിരിക്കണം. അതുകൊണ്ടാണ് വാസ് വന്നത്. ഓക്കെ. ഇനി മൂന്നാമത്തെ, ഐദർ ദ ബോയ് ഓർ ഹിസ് പേരൻസ്. ഇവിടെയാണ് ഡാഷ് ഇട്ടാ. ഡാഷ് വന്നിട്ടില്ല. അപ്പോളജൈസ്. ഐദർ ദ ബോയ് ഓർ ഹിസ് പാരൻസ് ഡാഷ് അപ്പോളജൈസ്. അവിടെയാണ് ഡാഷ് ഇട്ടോ. അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഡാഷ് അവിടെ ഇല്ലാന്ന്. ഇവിടെ എന്താ വെച്ച് നമ്മൾ ഫില്ല് ചെയ്യാം? ഐദർ ഓർ, നൈദർ നോർ. ഇങ്ങനെ വരുന്ന കേസിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നത്? ഐദർ ഓർ, നൈദർ നോർ. ഓർ വെച്ച് പറഞ്ഞോളൂ. സെക്കൻഡ് സബ്ജക്ട് പ്ലൂറലാണോ സിംഗുലർ ആണോ നോക്കണം. സിംഗുലർ ആണോ നോക്കണം. രണ്ടാമത്തെ സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ വെർബും എന്തിനു ഉപയോഗിക്കണം? സിംഗുലർ ഉപയോഗിക്കണം. രണ്ടാമത്തെ സബ്ജക്ട് പ്ലൂറൽ ആണെങ്കിൽ വെർബും പ്ലൂറൽ ഉപയോഗിക്കണം. ഇവിടെ ഇതാണ് ഒന്നാമത്തെ സബ്ജക്ട് ബോയ്. രണ്ടാമത്തെ സബ്ജക്ട് ഏതാണ്? പാരൻസ് ആണ്. പാരൻസ് എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടോ? ഉണ്ടോ? പാരൻസ് എന്ന് പറയുമ്പോ ഉണ്ട്. പാരൻസ് എന്ന് പറയുമ്പോൾ അച്ഛനും അമ്മയും വരും, അല്ലെ? അപ്പൊ പാരൻസ് എന്നുള്ളത് പ്ലൂറൽ ആയതുകൊണ്ട് അതിനുശേഷം വരുന്ന വെർബും നമ്മൾ എന്ത് തന്നെ എടുക്കണം? പ്ലൂറൽ എടുക്കണം. ഇവിടെ ഈസ് ടു എന്നുള്ളത് സിംഗുലർ ആണ്. ഹാസ് ടു എന്ന് പറയുന്നത് സിംഗുലർ ആണ്. വാസ് ടു എന്ന് പറയുന്നത് സിംഗുലർ ആണ്. ഇവിടെ ആരേ ഉള്ളൂ? ഹാവ് ടു മാത്രമേ ഉള്ളൂ. റൈറ്റ് ആൻസർ ഏതായിരിക്കും? ഹാവ് ടു ആയിരിക്കും. ഓക്കെ. മനസ്സിലാവാത്തവർക്കായിട്ട് ഒന്നുകൂടി പറയാണ്. ഐദർ ദ ബോയ് ഓർ ഹിസ് പാരൻസ്. ഇവിടെ ഐദർ ഓർ എന്ന് പറയുന്ന പ്രയോഗമാണ് നമ്മൾ പഠിച്ചതിലെ ആ പ്രയോഗമാണ് വന്നത്. ഐദർ ഓർ. ഐദർ ഓർ വരുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എത്രാമത്തെ സബ്ജക്റ്റിനെയാണ്? രണ്ടാമത്തെ സബ്ജക്റ്റ് ആണ്. രണ്ടാമത്തെ സബ്ജക്റ്റ് പ്ലൂറൽ ആണോ സിംഗുലർ ആണോ നോക്കുക. പ്ലൂറൽ ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന വെർബും പ്ലൂറൽ ആയിരിക്കണം. രണ്ടാമത്തെ വെർബ് സിംഗുലർ ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന രണ്ടാമത്തെ സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ നമ്മൾ എടുക്കുന്ന വെർബും സിംഗുലർ ആയിരിക്കണം. അപ്പൊ ഇവിടെ നമ്മൾ നോക്കിയപ്പോൾ രണ്ടാമത്തെ സബ്ജക്ട് പേരൻസ് ആണ്, പ്ലൂറൽ ആണ്. അതുകൊണ്ട് നമ്മൾ ഇവിടുത്തെ വെർബും പ്ലൂറൽ എടുത്തു. ഹൗ ടു. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നാലാമത്തെ ക്വസ്റ്റിനേക്ക് കിടക്കാം. ഷേക്സ്പിയർ ഹാസ് റിട്ടൺ ഡാഷ് പ്ലേസ്. ഇത് നമ്മളിപ്പോ പറഞ്ഞതുമായിട്ട് അത്ര സിമിലാരിറ്റി ഇല്ലാത്ത ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഇതിന്റെ ആൻസർ നമുക്ക് പറയാൻ പറ്റുമെന്ന് നോക്കി. ഷേക്സ്പിയർ ഹാസ് റിട്ടൺ മെനി പ്ലേസ് ആണോ, മച്ച് പ്ലേസ് ആണോ, മോർ പ്ലേസ് ആണോ, മോസ്റ്റ് പ്ലേസ് ആണോ വരാ? ആലോചിച്ച് നോക്കൂ. ഷേക്സ്പിയർ ഹാസ് റിട്ടൺ, റൈറ്റ് ആൻസർ മെനി ആണ്. എന്തുകൊണ്ടാണ് അവിടെ മെനി വന്നത്? ഷേക്സ്പിയർ ഒരുപാട് നാടകങ്ങൾ എഴുതി എന്നാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെ? ഇവിടെ മച്ച് പ്ലേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് എണ്ണം എന്ന് നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ പറ്റില്ല. മോർ പ്ലേസ് എന്ന് പറഞ്ഞാൽ വേറെ ഒരാളുമായിട്ട് കമ്പയർ ചെയ്തിട്ടല്ല പറയുന്നത്. മോസ്റ്റ് പ്ലേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതൊക്കെ പ്ലേസിനെയാണ് മെൻഷൻ ചെയ്യണതെന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ നമുക്ക് ഇവിടെ ഏത് ഓപ്ഷനുള്ളൂ? മെനി എന്നതേ ഓപ്ഷനുള്ളൂ. അഞ്ചാമത്തെ, നൈദർ മീര നോർ ഹെർ ബ്രദർ ഡാഷ് പ്രസന്റ് ടുഡേ. നമ്മൾ ഐദർ ഓർ, നൈദർ നോർ, ഇത് രണ്ടിന്റെയും കണ്ടീഷൻ സെയിം ആ പഠിച്ചേക്കണേ. അതുകൊണ്ട് ഇതിന്റെ ഉത്തരം എങ്ങനെയായിരിക്കും വരാമെന്ന് പറഞ്ഞേ. ഐദർ ഓറോ നൈദർ നോറോ വരുമ്പോ നമ്മൾ എത്രാമത്തെ സബ്ജക്റ്റിനെ നോക്കണ്ടേ? ഒന്നാമത്തെയാണോ രണ്ടാമത്തെയാണോ? രണ്ടാമത്തെ. ഇവിടെ ബ്രദർ എന്ന് പറയുന്നത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? സിംഗുലർ ആണ്. അപ്പൊ ഇതിൽ ഏതെടുക്കേണ്ടത്? ആറാണോ, ഹാസ് ആണോ, വേർ ആണോ, ഈസ് ആണോ? ഈസ് ആണോ ഹാസ് ആണോ എന്ന് കൺഫ്യൂഷൻ വരുള്ളൂ, അല്ലെ?
neither Meera nor her brother. ഏത് വരാ? ഹാസ് ആണോ ഈസ് ആണോ? ഈസ് പ്രസന്റ് ടുഡേ കേട്ടാ. അവിടെ എത്ര ആലോചിക്കാൻ എന്തിരിക്കണേ? ഹാസ് എന്ന് നമ്മൾ പറയുന്നത് എപ്പോഴാ? നമ്മൾ എന്തെങ്കിലും ഉണ്ടെന്ന് പ്രോസസ് ചെയ്ത് പറയുമ്പോഴാണ് അവിടെ ഹാസ് വരണ്ടേ അല്ലെ? ഇവിടെ നമുക്ക് അവർ രണ്ടുപേരും വന്നില്ല എന്നാണ് പറയേണ്ടത് അല്ലെ? അല്ലെങ്കിൽ വന്നു, വന്നില്ല. അവിടെ ഒരു പ്രസൻസ് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. അതുകൊണ്ടാണ് അവിടെ ഈസ് എടുത്തത്. ഓക്കെ, അപ്പൊ ആദ്യത്തെ 5 ക്വസ്റ്റ്യനും ശരിയായ എത്ര പേരുണ്ട്? ഈ 5 ക്വസ്റ്റ്യനും ശരിയാക്കി എത്ര പേരുണ്ട്? ഒന്ന് ചാറ്റ് ബോക്സിൽ പറയാമോ? അർച്ചന, വേറെ ആരെങ്കിലും ഉണ്ടാവും? മീരയുണ്ട്, രണ്ടുപേരുള്ളൂ. ശരി, അടുത്ത 5 ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നൈദർ ദ സ്റ്റുഡൻസ് നോർ ദ ടീച്ചേഴ്സ് ഡാഷ് കം. നമ്മൾ നൈദർ നോർ ഇപ്പൊ കൂടി പറഞ്ഞു. എന്താ നോക്കേണ്ടത്? രണ്ടാമത്തെ സബ്ജക്റ്റ് വേണം നമ്മൾ സ്പെസിഫൈ ചെയ്ത് നോക്കാൻ. ഇതെന്താണ്? സ്റ്റുഡൻസ് എന്നാണ് വന്നേക്കുന്നത്. അപ്പൊ പ്ലൂറൽ ഫോം എടുക്കണം. ഇനി ഇവിടെ ഏത് പ്ലൂറൽ ഫോം എടുക്കണ്ടേ നോക്കൂ. ഞാൻ രണ്ടാമത്തെ സബ്ജക്ട് അണ്ടർലൈൻ ചെയ്യുന്നത് വരെ ആദ്യത്തെ സബ്ജക്ട് അണ്ടർലൈൻ ചെയ്തു അല്ലെ? സോറി. നൈദർ ദ സ്റ്റുഡൻസ് നോർ ദ ടീച്ചേഴ്സ്. അപ്പൊ ഇവിടെ ടീച്ചേഴ്സ് ആണ് രണ്ടാമത്തെ സബ്ജക്റ്റ്. അത് പ്ലൂറലാണ്. സോ നമ്മൾ എടുക്കേണ്ടത് എന്താണ്? പ്ലൂറൽ വെർബാണ് എടുക്കേണ്ടത്. ഇതിൽ ആറുണ്ട്, ഹാവ് ഉണ്ട്, ഹാസ് ഉണ്ട്, വാസ് ഉണ്ട്. ഇത് രണ്ടും നമുക്ക് എന്തായാലും ഉപേക്ഷിക്കാം. കാരണം എന്താ? ഇത് രണ്ടും സിംഗുലർ ആണ്. ഓക്കെ, ബാക്കിയുള്ളത് എന്തേ ഉള്ളൂ? ആറും ഹാവേ ഉള്ളൂ. ഇതിൽ ഏതെടുക്കണം എന്ന് ആലോചിച്ചിട്ട് പറഞ്ഞേ. 6. നൈദർ ദ സ്റ്റുഡൻസ് നോർ ദ ടീച്ചേഴ്സ് ആർ കം. അങ്ങനെ പറയാൻ പറ്റുമോ നമുക്ക്? ആർ കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മീനിങ് ഇൻകംപ്ലീറ്റ് ആയി. അവരാരും വന്നില്ല എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ ആൻസർ വരുന്നത് ഹാവ് ആണ് കേട്ടോ. ഹാവ് കം. ഓക്കെ, ഇവിടെ ഇപ്പൊ നമ്മള് പ്രസന്റ് എന്നാണ് വന്നിരുന്നെങ്കിൽ ആർ പ്രസന്റ് നമുക്ക് പറയാം, കുഴപ്പമില്ല. കം എന്നുള്ളതിന്റെ കൂടെ ഇവിടെ ഫ്രണ്ടിൽ നമുക്ക് ഹാവേ വെക്കാൻ പറ്റുള്ള മീനിങ് കൂടി കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അടുത്തതൊന്ന് നോക്കൂ, 7ാമത്തെ. ഐ നീഡ് ദ സിസേഴ്സ്. സിസേഴ്സ് എന്ന് കേൾക്കുമ്പോൾ കത്രിക സിംഗുലർ ആണെന്ന് നമുക്ക് തോന്നും. പക്ഷെ അത് ആളാരാണ്? പ്ലൂറലാണ്. വേർ. ഇനി ഇവിടെ എന്താണ് നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റുക? വേർ ഈസ് ഇറ്റ് എന്നാണ് ചോദിക്കുക, വേർ വാസ് ഇറ്റ് എന്നാണോ, വേർ ആർ ദം എന്നാണോ, വേർ ആർ ദേ എന്നാണ് ചോദിക്കുക. വേർ ഈസ് ഇറ്റ് നമ്മൾ ചോദിക്കണമെങ്കിൽ അത് സിംഗുലർ ആയിരിക്കണം. പക്ഷെ ഇവിടുത്തെ സബ്ജക്ട് സിംഗുലർ അല്ല, പ്ലൂറലാണ്. അപ്പൊ നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പൊ ആദ്യത്തെ ആളെ നമ്മൾ ഉപേക്ഷിച്ചു കേട്ടാ. രണ്ടാമത്തെ വേർ വാസ് ഇറ്റ്. വാസ് ഇറ്റ് ചോദിക്കണമെങ്കിലും സബ്ജക്ട് എന്തായിരിക്കണം? സിംഗുലർ ആയിരിക്കണം. അപ്പൊ അയാളെ നമുക്ക് ഉപേക്ഷിക്കാം. പിന്നെ 2 പേരെ നമ്മുടെ കയ്യിലുള്ളൂ. വേർ ആർ ദം, വേർ ആർ ദേ. ഇതിൽ ഏതെടുക്കണം? നിങ്ങൾ ഉത്തരം പറഞ്ഞോട്ടാ, തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല, ധൈര്യമായിട്ട് പറഞ്ഞു. നമ്മൾ ദം എന്നുള്ളത് എപ്പോഴും ഉപയോഗിക്കുക? കുറച്ച് ജീവനുള്ള വസ്തുക്കളെയൊക്കെ മെൻഷൻ ചെയ്യാനാണ് ദം എന്നുള്ള പദം ഉപയോഗിക്കുക. അപ്പൊ പിന്നെ നമുക്ക് ഏത് ഓപ്ഷനുള്ള? കറക്റ്റ്, വേർ ആർ ദേ. ക്ലിയർ ആയോ? ഇനി അടുത്ത എക്സാമ്പിളിലേക്ക് നോക്കിയേ. ദ പോലീസ് ഡാഷ് കമ്മിങ്. പോലീസ് എന്ന് പറയുന്നത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ നമ്മൾ പഠിച്ചത്? പ്ലൂറൽ ആണ് അല്ലെ? അപ്പൊ ഇവിടെ പോലീസ് ആർ കമ്മിങ് എന്നാണോ, പോലീസ് ഈസ് കമ്മിങ് എന്നാണോ, പോലീസ് ഹാസ് കമ്മിങ് എന്നാണോ, പോലീസ് ഹാവ് കമ്മിങ് എന്നാണോ പറയേണ്ടത്? ആർ കമ്മിങ്. ഓക്കെ, പോലീസ് ആർ കമ്മിങ്. അപ്പൊ ഇവിടുത്തെ ടേം നോക്കിയിട്ട് വേണം നമ്മൾ എടുക്കാൻ. ഇനി മച്ച് വാട്ടർ ഡാഷ് ഫ്ലോഡ് അണ്ടർ ദ ബ്രിഡ്ജ്. മച്ച് എന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ തുടങ്ങണമെന്ന് പഠിച്ചത്? മച്ച്
ഞാനും നിങ്ങളെ പോലെ കോൺകോഡിന്റെ വേർഡ് ഫയൽ ഓപ്പൺ ആക്കി വെച്ചിട്ട് ഇരിക്കുകയാണ് കേട്ടാ. അതുകൊണ്ട് നോക്കിയിട്ട് പറഞ്ഞോളൂ. മച്ച് എന്നുള്ളതിന് പകരം അല്ല എന്ന ടേം വരുമ്പോൾ നമ്മൾ എന്താ ഉപയോഗിക്കേണ്ടത്? അങ്ങനെ പഠിച്ചിട്ടുണ്ടായില്ലേ നിങ്ങള്? ഹാവ് ആണോ? ആസ് മച്ചാസ് ഒക്കെ ഞാൻ കണ്ടു. മച്ച് ആരെങ്കിലും കണ്ടോ? ആൻസർ ഡയറക്റ്റ് പറഞ്ഞു തന്നാ മതിയാ? ഹാവ് ആണോ? ഹാവ് അല്ല, ഹാസ് ആണ് വരുന്നത് കേട്ടോ. അതിന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ അറിയണമെങ്കിൽ നമ്മൾ പഠിച്ചതിൽ മച്ച് എന്ന് പറയുന്നത് എവിടെയാന്ന് കണ്ടുപിടിക്കണം. മച്ച് വാട്ടർ എന്ന് പറയുമ്പോൾ അതൊരു സിംഗുലർ വെർബായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സോറി, സിംഗുലർ സബ്ജക്റ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഹാസ് എന്നുള്ളത് എടുത്തത് കേട്ടോ. ഫ്ലോഡ് അണ്ടർ ദ ബ്രിഡ്ജ്, ബ്രിഡ്ജിന്റെ അടിയിലൂടെ മച്ച് വാട്ടർ ഫ്ലോ ചെയ്യുന്നത്. അല്ലെങ്കിൽ മച്ച് വാട്ടർ എന്ന് പറയുന്നത് സിംഗുലർ ആയിട്ടാണ് കൺസിഡർ ചെയ്യപ്പെടുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് അവിടെ ഹാസ് വന്നത്. ഇനി 10ാമത്തെ നോക്കിയേ. മോർ ദാൻ വൺ പേഴ്സൺ ഡാഷ് ഫിയർ ടു ബി ഡ്രൗണ്ട്. മോർ ദാൻ വൺ പേഴ്സൺ എന്ന് പറയുമ്പോൾ അതെന്തായി മാറി? മോർ ദാൻ വൺ. സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? മോർ ദാൻ വൺ പ്ലൂറൽ ആണ്. അതുകൊണ്ട് ഇതിൽ ഏതെടുക്കേണ്ടത്? നമ്മൾ തെറ്റിക്കുന്ന എങ്ങനെയാന്ന് ഇപ്പൊ മനസ്സിലാക്കാം കേട്ടോ. മോർ ദാൻ വൺ. മോർ ദാൻ വൺ പേഴ്സൺ ഹാവ് ഫിയർ ടു ബി ഡ്രൗണ്ട്. എന്നാ ഇവിടുത്തെ ട്വിസ്റ്റ് വരുന്നത് എവിടെയാണ്? മോർ ദാൻ വൺ പേഴ്സൺ നമ്മൾ സിംഗുലർ ടേം ആയിട്ടാണ് എടുക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ആൻസർ ഏതാ വരുള്ളൂ? ഈസേ വരുള്ളൂ. ഇപ്പൊ എങ്ങനെയാണ് നമുക്ക് ഉത്തരം തെറ്റിക്കാന്ന് മനസ്സിലായില്ലേ? ഇങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത് കേട്ടോ. നമുക്ക് ഉറപ്പാണ് നമ്മൾ ഇത്രയും 21 എണ്ണം എന്തായാലും നമ്മുടെ തലയിൽ നിൽക്കില്ല. സ്ഥിരമായിട്ട് എക്സാമിന് ചോദിക്കുന്ന കുറച്ച് എക്സാമ്പിൾസ് ആണ് ഐദർ ഓർ, നൈദർ നോർ, ഇങ്ങനത്തെ സാധനങ്ങൾ. അപ്പൊ അത് നമ്മൾ എന്തായാലും ഓർത്തിരിക്കണം. അതല്ലാണ്ട് വരുന്നത് എങ്ങനെ തെറ്റിക്കാണ്ട് രക്ഷപ്പെടാന്നാണ് ഞാൻ ഇപ്പൊ പറഞ്ഞുതരാൻ പോണേട്ടാ. ഇനി അടുത്തത് നോക്കാം നമുക്ക്. ചിൽഡ്രൻ ഡാഷ് അഫ്രൈഡ് ഓഫ് ദ ഡാർക്ക്. ഈ ചിൽഡ്രൻ എന്ന് പറയുന്നത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? പ്ലൂറലാണ്. പ്ലൂറലാണ്. ചൈൽഡ് എന്നുള്ളതാണ് സിംഗുലർ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് ഡയറക്റ്റ് ഉത്തരം എടുക്കാം. ചിൽഡ്രൻ വേറല്ല, ആറാണ് കേട്ടോ. ആർ അഫ്രൈഡ് ഓഫ് ദ ഡാർക്ക്. ഓക്കെ, ചിൽഡ്രൻ ആർ അഫ്രൈഡ് ഓഫ് ദ ഡാർക്ക്. അവിടെ നമ്മൾ വേറെ എടുക്കാത്തത് എന്തുകൊണ്ടാണ്? ഇത് പാസ്റ്റ് ടെൻസിലല്ല പറയണേ, അതുകൊണ്ടാണ് കേട്ടോ. പാസ്റ്റ് ടെൻസിലല്ല പറയുന്നത്, അതുകൊണ്ടാണ് നമ്മൾ വേറെ എടുക്കാണ്ട് ആർ എന്നുള്ള ഓപ്ഷൻ എടുക്കണേ. ഇനി 12ാമത്തെ. ഹൗ ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക്. ഇത്രേ ഉള്ളൂ. ഹൗ ഹാപ്പൻഡ് ദ ആക്സിഡന്റ് എന്നാണോ? ഹൗ ദ ആക്സിഡന്റ് ഹാപ്പൻഡ് എന്നാണോ? ഹൗ ഡിഡ് ദ ആക്സിഡന്റ് ഹാപ്പൻഡ് എന്നാണോ? ഹൗ ഡിഡ് ദ ആക്സിഡന്റ് ഹാപ്പൻ എന്നാണോ ചോദിക്കാം. ഇതില് കറക്കി കുത്തി വേണമെങ്കിൽ ഏതെങ്കിലും പറഞ്ഞു. How did the accident happen? How did the accident happen ആണ് വരേണ്ടത് കേട്ടോ. Okay. എങ്ങനെയാണ് ആക്സിഡന്റ് ഉണ്ടായി എന്നാണ് നമ്മൾ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഹാപ്പൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി നടന്നു കഴിഞ്ഞു. നടന്നത് എന്നുള്ളത് സിംഗുലർ, നമ്മൾ പ്രസന്റിൽ വേണമല്ലോ പറയാൻ, അതുകൊണ്ടാണ് ഇവിടെ ഹാപ്പൻ വരുന്നത് കേട്ടോ. കുറച്ച് കാര്യങ്ങൾ അങ്ങനെ റിലേറ്റ് ചെയ്യാൻ നോക്കിയോളെ. ടെൻസ് കൂടി വെച്ചിട്ടൊന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കിയോളെ. അടുത്ത നോക്കിയേ, എ പെയർ ഓഫ് ഷൂസ്. ഈ എ പെയർ ഓഫ് എന്നുള്ളത് വരുമ്പോൾ എന്തോ ഒരു സ്പെസിഫിക്കേഷൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്ന് ഓർത്ത് നോക്കണേ. എ പെയർ ഓഫ് ഷൂസ് ഫൗണ്ട് നിയർ ദ സീൻ ഓഫ് ദി മർഡർ യെസ്റ്റർഡേ. എ പെയർ ഓഫ് എന്ന് വന്നു കഴിഞ്ഞാൽ വെർബ് എന്താക്കണം? 14ാമത്തെ കേട്ടോ.
13 ന്യൂസ് pair. സമ്മൺസ് അതല്ലേ? 14ലാണ് സിസേഴ്സ്, ടോങ്സ്, സ്പെക്ടക്കിൾസ്. അതിന് താഴെ ഒരു സ്പെഷ്യൽ കേസ് ആയിട്ട് ഇവയുടെ മുൻപിൽ എ പെയർ ഓഫ് എന്ന് ചേർക്കുകയാണെങ്കിൽ വെർബ് എന്താക്കണം? സിംഗുലർ ആക്കണം. അപ്പൊ ഇതിൽ ഏതാണ് സിംഗുലർ? വാസ് ഉണ്ട് സിംഗുലർ, ഈസ് ഉണ്ട് സിംഗുലർ. ഇതിൽ ഏതെടുക്കണം? വാസ് എടുക്കണോ ഈസ് എടുക്കണോ? Was. ഇയാളെ നോക്കിക്കഴിഞ്ഞാൽ Was. ഉത്തരം ആ 13ാമത്തെ Yesterday ക്വസ്റ്റ്യൻ was. ആൻസർ വാസ്. യെസ്റ്റർഡേ എന്നുള്ളത് കഴിഞ്ഞു പോയ കേസാണ്, അതുകൊണ്ടാണ് വാസ് എടുത്തത്. ഓക്കെ, അടുത്തത്. The chief minister as well as 2 other ministers dash visiting the place today. ഇവിടെ നമ്മൾ ആദ്യത്തെ ടേം ആണോ ഉപയോഗിക്കേണ്ടത്, രണ്ടാമത്തെ സബ്ജക്റ്റ് ആണോ ഉപയോഗിക്കേണ്ടത് ഒന്ന് ആലോചിച്ച് നോക്കാം. ഇതേ എക്സാമ്പിൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ നോക്കട്ടെ? Chief Minister, other ministers. ആസ് വെൽ ആസ് വരുമ്പോ നമ്മള് എന്താ എടുക്കേണ്ടത്? ആദ്യത്തെ സബ്ജക്റ്റിന് പ്രിഫറൻസ് കൊടുക്കണം. ആദ്യത്തെ സബ്ജക്റ്റ് ആരാ? ചീഫ് മിനിസ്റ്റർ. അതൊരാളല്ലേ ഉള്ളോ? അതുകൊണ്ട് ഇവിടെ വെർബ് എന്തെടുക്കാൻ പറ്റുള്ളൂ? സിംഗുലർ ടേമേ എടുക്കാൻ പറ്റുള്ളൂ. ക്ലിയർ ആയോ? അപ്പൊ ഇവിടെ ആൻസർ എന്ത് വരും? ഈസ് വിസിറ്റിംഗ് ദ പ്ലേസ് ടുഡേ. കിട്ടിയോ? ഒന്നും കൂടെ പറയൂടി. നമ്മളെ ആസ് വെൽ ആസ് എന്നുള്ള സാധനം ഉപയോഗിക്കുമ്പോ ആദ്യത്തെ സബ്ജക്റ്റിനാണ് പ്രിഫറൻസ് കൊടുക്കേണ്ടത്. ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നത് സിംഗുലർ ആണെങ്കിൽ നമ്മൾ എടുക്കേണ്ട വെർബും സിംഗുലർ ആയിരിക്കണം. ഓക്കെ, ചീഫ് മിനിസ്റ്റർ എന്നുള്ള സിംഗുലർ ആയതുകൊണ്ട് ഈ കൂട്ടത്തില് സിംഗുലർ ആയിട്ടുള്ള ഈസ് നമ്മൾ എടുത്തു. പിന്നെ ഈസും വാസും ഇവിടെ കിടക്കുന്നുണ്ട്. ഈസ് എടുക്കാൻ കാരണം ഈ ടേം ആണ്, ടുഡേ, ഇന്ന് വരുന്ന കാര്യം. പ്രസന്റ് ടെൻസിൽ എടുക്കാൻ പറ്റുള്ളൂ. ഇനി ഇതേ സാധനം തിരിച്ചു ചോദിക്കാം. ദ മിനിസ്റ്റേഴ്സ് ആസ് വെൽ ആസ് ദ ചീഫ് മിനിസ്റ്റർ ഡാഷ് വിസിറ്റിംഗ് ദ പ്ലേസ് ടുഡേ. അങ്ങനെയാണെങ്കിലോ? ദ മിനിസ്റ്റേഴ്സ് ആസ് വെൽ ആസ് ദ ചീഫ് മിനിസ്റ്റർ ഡാഷ് വിസിറ്റിംഗ് ദ പ്ലേസ് ടുഡേ എന്നാണെങ്കിലോ? 6 എടുക്കണം. കാരണം എന്താ? ആദ്യത്തെ സബ്ജക്റ്റ് പ്ലൂറലാണ്. ഓക്കെ, ഇനി 15ാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ടാ. Neither the soldiers nor their commander to be blamed. Neither nor വന്നു കഴിഞ്ഞാൽ ആരുടെയോ മൈക്ക് ഓൺ ആണ്, ശ്രദ്ധിച്ചോളൂ കേട്ടാ. നൈദർ നോർ വന്നു കഴിഞ്ഞാൽ നമ്മൾ രണ്ടാമത്തെ സബ്ജക്റ്റിനെയാണ് നോക്കേണ്ടത് പറഞ്ഞിട്ടുണ്ടായി. കറക്റ്റ് അല്ലേ? ഇവിടെ കമാൻഡർ എന്ന് പറയുന്നത് രണ്ടാമത്തെ സബ്ജക്റ്റ് ആണ്. കമാൻഡർ സിംഗുലർ ആണോ പ്ലൂറൽ ആണോ നോക്കിയാൽ മതി. കമാൻഡർ സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? നൈദർ നോറിന്റെ കുറെ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ചെയ്യണേ, ഇത് തെറ്റിക്കരുത് ഇനി. കമാൻഡർ സിംഗുലർ ആണ്, അതുകൊണ്ട് ആൻസർ എന്ത് എടുക്കാൻ പറ്റുള്ളൂ? സിംഗുലർ എടുക്കാൻ പറ്റുള്ളൂ. ഈ കൂട്ടത്തിൽ സിംഗുലർ ഈസ് മാത്രമല്ലേ ഉള്ളൂ. എപ്പോഴും ശ്രദ്ധിക്കുക, നൈദർ നോർ വന്നു കഴിഞ്ഞാൽ രണ്ടാമത്തെ സബ്ജക്റ്റേ കൺസിഡർ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അപ്പൊ ആൻസർ എന്ത് വന്നു? ഈസ് എന്നുള്ളത് വന്നു. ഇനി അടുത്തത് കേട്ടാ. ദ മൂൺ ആസ് വെൽ ആസ് ദ സ്റ്റാർസ് give light at night, do give light at night, gave light at night, gives light at night. The moon as well as. ഈ as well as വരുമ്പോ എന്താ പ്രത്യേകത? ഫസ്റ്റത്തെ നോക്കണം. അപ്പൊ ആൻസർ എന്ത് വരും? ഗിവ് എന്ന് പറഞ്ഞാൽ അത് പ്ലൂറൽ ആവൂട്ടാ, അതുകൊണ്ട് ഗിവ്സ് എന്നുള്ളതേ എടുക്കാൻ പറ്റുള്ളൂ. സിംഗുലർ വേണ്ടേ നമുക്ക്? ആസ് വെൽ ആസ് വരുമ്പോ സിംഗുലർ ആയിട്ടാണ് എടുക്കേണ്ടത്. ഓക്കെ, ഇങ്ങനെ ഒരു 30 എണ്ണാണ് ഞാൻ ടോട്ടൽ ക്വസ്റ്റ്യൻസ് ഇട്ടിരിക്കുന്നത്. ഞാൻ വിത്ത് ആൻസർ ഉള്ള ആൻസർ കീയോട് കൂടിയ ഈ ക്വസ്റ്റ്യൻസിന്റെ PDF ഞാൻ നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഇടാം. അപ്പൊ എല്ലാവരും ബാക്കി ക്വസ്റ്റ്യൻസ് കൂടി ഒന്ന് വർക്ക്ഔട്ട് ചെയ്തോളൂ. ഓക്കെ, അപ്പൊ ഇന്നെടുത്തത് അത്യാവശ്യം കുറച്ചധികം നോക്കാനുണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് കാര്യമായിട്ട് നോക്കിക്കോളൂ കേട്ടോ. ഈ PDF തന്നെ ഒന്ന് 1-2 തവണ വായിച്ചോളൂ.
എന്നിട്ട് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഇത് വെച്ചിട്ട് ഒന്ന് ചെയ്യാൻ നോക്കിക്കോളൂ. ഓക്കെ, എന്നിട്ട് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത ദിവസത്തെ ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? നമ്മുടെ ഇംഗ്ലീഷിലെ കോൺകോഡ് എന്ന് പറയുന്ന സെക്ഷൻ നമ്മളിവിടെ താൽക്കാലികമായിട്ട് അവസാനിപ്പിക്കുകയാണ്. ഓക്കെ ഓക്കെ, അപ്പോൾ താങ്ക് യു ആൾ.